ഓക്കെ, പറഞ്ഞു. ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോ നമ്മുടെ സ്ക്രീനിൽ ഇപ്പോ എന്താ പറയാ, ബാലയുടെ ഒരു പാട്ടാണ്. അപ്പൊ അതല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. ഇവിടുത്തെ ചർച്ചാ വിഷയം ഹൗ ടു ബീറ്റ് എ എന്നാണ്. ഓക്കെ, അപ്പോ എനെ മോഹം തിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു, ഈ അടുത്ത ദിവസം നമ്മൾ ചർച്ച ചെയ്തു, അതായത് ഇന്നലെ എങ്ങനെയാണ് LLMs ആൻഡ് ChatGPT നമ്മുടെ ഇത് കോപ്പൈലറ്റ് എങ്ങനെ പ്രോഗ്രാമേഴ്സിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു. അതായത് സൊസൈറ്റിനെ അഫക്റ്റ് ചെയ്യും, ദാറ്റ് വിൽ അഫക്റ്റ് ഇൻഡിവിജ്വൽ എന്നുള്ളതായിരുന്നു പൊതുവെയുള്ള ടീം. ഇപ്പൊ ഇന്ന് എങ്ങനെയാണ് കൺസ്ട്രക്റ്റീവ്ലി, ഓക്കെ, എത്ര മുന്നോട്ട് പോയാലും നമുക്ക് എന്താ പറയാ, കനോട്ട് ബീറ്റ് ഹ്യൂമൻസ് ഇൻ കോമ്പിനേഷൻ സ്കിൽസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ലോജിക്കലി കൊഹറന്റ് ആയിട്ടുള്ള സ്ഥലത്ത് ക്യാൻ ഹാവ് ആക്ച്വലി സം കൈൻഡ് ഓഫ് എൻ അഡ്വാൻറ്റേജ്. അപ്പോ കാര്യങ്ങൾ എൻസംബിൾ ചെയ്യുന്നത് ലെയറിംഗിൽ ഒബ്വിയസ് ആണെങ്കിൽ പറ്റും, പക്ഷേ ഒരു നോൺ ലീനിയർ ലീപ്പ് AI നടത്താൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂല് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് എന്നുള്ളൊരു ബുക്ക് 2 കൊല്ലം മുമ്പ് ഇറങ്ങിയിരുന്നു. ChatGPTക്ക് തൊട്ട് മുമ്പ് ഇറങ്ങിയിരുന്നത്. പക്ഷെ അതിന്റെ പേപ്പർ ബാക്ക് എഡിഷനിൽ ChatGPTയെ കൂടി കണക്കിലെടുത്ത് വാട്ട് ഹാസ് ചേഞ്ച്ഡ് എന്നുള്ളത് അതിന്റെ ഓതർ എന്താ പറയാ, ഒരു പ്രിഫേസ് എഴുതിയിട്ടുണ്ട്. ഈ ബുക്കിനെ കുറിച്ച്, ഈ ബുക്ക് വാങ്ങിക്കാം, മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് എന്നാണ് ആ ബുക്കിന്റെ പേര്. ഈ അയാളുടെ ടോക്കും ഉണ്ട്, എന്തുകൊണ്ട് വെച്ചാല് മാത്തമാറ്റീഷ്യൻസ് ക്യാൻ ബീറ്റ് AI എന്ന്. നമ്മുടെ മാത്തമാറ്റീഷ്യൻസ് ഇല്ലെങ്കിലും കീ റിസൾട്ട്സ് ഓഫ് മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ AI യുഗത്തിൽ അറ്റ് ആൻ ഇൻഡിവിജ്വൽ ലെവൽ പ്രസക്തി അല്ലെങ്കിൽ റെലവൻസ് എങ്ങനെ ഉറപ്പിക്കാന്നാണ് ഇന്നത്തെ ചർച്ച. അപ്പോൾ ആ ബുക്കില് 5 തോട്ട് വെക്ടേഴ്സും 2 വർക്ക് ലെവൽ, ആക്ഷൻ ലെവലിലുള്ള വെക്ടേഴ്സ് ആണ്. അങ്ങനെ 7 എണ്ണം ഉണ്ട്. എസ്റ്റിമേഷൻ ആണ്, എന്താ പറയാ, വിത്തൗട്ട് ഡൂയിങ് ബിഗ് കാൽക്കുലേഷൻസ് ഹ്യൂമൻസ് ക്യാൻ ഡു എസ്റ്റിമേഷൻ ഓർ ബാക്ക് ഓഫ് ദി എൻവലപ്പ് കാൽക്കുലേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പോ കേരളത്തില് എത്ര പേരിപ്പോ എന്താ പറയാ, ഓപ്പൺ എയർ ഡെഫെക്കേഷൻ ചെയ്യേണ്ടെന്നുള്ളൊരു കണക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോ ചെറിയാൻ ഫിലിപ്പിന്റെ ഒരു പ്രോഗ്രാമിൽ കണ്ട മാതിരി ഏതാണ്ട് 65 ലക്ഷം ആൾക്കാർക്ക് മറ്റേ കേരളത്തില് മറ്റേ ശൗചാലയം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 65 ലക്ഷം ആൾക്കാർ, അപ്പൊ അതിപ്പോ ഈ സ്വച്ഛ് ഭാരതും പിന്നെ കേരള ഗവൺമെന്റിന്റെ എഫേർട്ട് കാരണം ചിലപ്പോൾ അത് ഒരു 25 ലക്ഷം കൂട്ടാം നമുക്ക്. അപ്പോ 25 ലക്ഷം പേര് ക്ലസ്റ്റർ, ഇപ്പൊ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാലത്ത് 6 മണിക്കും 8 മണിക്കും ഇടയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡെഫെക്കേഷനൊക്കെ പോകുന്നത്. അപ്പോ ഈ 25 ലക്ഷത്തിന്റെ ബാക്കി നമ്മൾ ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ മീനും മീഡിയൻ ആൾക്കാർ ഏറ്റവും കൂടുതൽ, ഈ മോഡാണല്ലോ, അത് ഫ്രീക്വൻസിയാണ്. ഓക്കെ, അപ്പൊ മോഡ് ഈ 25 ലക്ഷത്തിലെ ഒരു 80% ആൾക്കാരും അവിടെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പൊ 20 ലക്ഷം ആൾക്കാർ ഓപ്പൺ എയർ ഡെഫിക്കേഷൻ 6 മണിക്കും 8 മണിക്കും എടുക്കാൻ ചെയ്യുന്നുണ്ട്. ഒരു 11നും 12നും കിടക്കുമ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട്. ഈ ഉത്തർപ്രദേശ്, ബീഹാർ അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ, സ്റ്റേറ്റിലൊക്കെ ഈ പല ക്രൈം പെട്രോളൊക്കെ കാണാം, ആൾക്കാരങ്ങനെ പല ക്രൈംസും ഒക്കെ നടക്കുന്നത്. അറേബ്യയില് മുഹമ്മദിന്റെ കാലത്ത് നടന്നതിന്റെ ഒക്കെ പേരിൽ അരിഫ് ഹുസൈനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ കാലത്ത് 5നും 7നോ അല്ലെങ്കിൽ 8നും ഇടയ്ക്ക് ചിലപ്പോ 20 ലക്ഷം ആൾക്കാർ ഓപ്പൺ എയർ ഡെഫിക്കേഷൻ കേരളത്തിൽ ചെയ്യണ്ടാവും. അപ്പൊ അങ്ങനത്തെ എസ്റ്റിമേറ്റ്സ് ഒക്കെ നടത്താൻ മനുഷ്യർക്ക് പറ്റും. പിന്നെ ഉള്ളത് റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ എന്താ പറയാ, ഈ ഒരു ഇൻഫർമേഷൻ, അതായത് ഇപ്പൊ മാത്തമാറ്റിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നമ്മള് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ രണ്ടുപേര് അല്ല, ഒരു കുട്ടിയെ 2 മാങ്ങയും 2 തേങ്ങയും, മാങ്ങയും തേങ്ങയും ഇപ്പൊ ഒരു ഒറ്റ പാക്കായിട്ട് കിട്ടുമെന്ന് വയ്ക്കുക. അപ്പോ അല്ലെങ്കിൽ വേണ്ട, ഒറ്റയ്ക്കാണ് 2 മാങ്ങ വാങ്ങിക്കാൻ പോയി, 2 തേങ്ങ വാങ്ങിക്കാൻ, രണ്ടും കൂടി കൂടിക്കഴിഞ്ഞപ്പോൾ 100 രൂപയായി. മാങ്ങയുടെയും തേങ്ങയുടെയും വിലയുടെ വ്യത്യാസം 10 എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെറ്റിംഗ് ആണ്. ആ സ്പെസിഫിക്കേഷന്റെ ഉള്ളിൽ ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ആസ് സൈമൾട്ടേനിയസ് ലീനിയർ ഈക്വേഷൻ.
അപ്പൊ 2x plus 2y is equal to 100, x minus y is equal to 10. ഇപ്പൊ 2x plus 2y is equal to 100നെ x plus y is equal to 50, x minus 5 അതൊരു റെപ്രസെന്റേഷൻ ആണ്. വേറൊരു റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ax is equal to b ഫോമിൽ, അതായത് മാത്തമാറ്റിക്കൽ മെട്രിക്സ് ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്തിട്ട് x is equal to a ഇൻവേഴ്സ് b കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റും. ഇനി അതൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് ആയിട്ട് നമുക്ക് അതിനെ മോഡൽ ചെയ്യാം, അതിനെ ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ച് മോഡൽ ചെയ്യാം. അപ്പോൾ സെയിം പ്രോബ്ലം 4-5 റെപ്രസെന്റേഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ മാത്തമാറ്റീഷ്യൻസ് അല്ലെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള, ഇപ്പോൾ നമ്മൾ വി ഡോണ്ട് നീഡ് ടു ബി യൂസിങ് മാത്തമാറ്റിക്സ് ആൻഡ് ഡൂയിങ് മാത്തമാറ്റിക്സ് എന്ന സാധനമുണ്ട്. ഡൂയിങ് മാത്തമാറ്റിക്സിനാണ് നമുക്ക് അഡ്വാൻസ്ഡ് നോളജ് വേണ്ടത്. പക്ഷേ യൂസിങ് മാത്തമാറ്റിക്സിന് അത്ര ഇതൊന്നുമില്ല. ഒരു അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ +2 സ്റ്റഡി നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഒരു പ്രോഗ്രാമേഴ്സിനും മിക്കവർക്കും ഒരു മാത്തമാറ്റിക്കൽ ബെൻഡ് ഓഫ് മൈൻഡ് കൾട്ടിവേറ്റ് ചെയ്യാം. റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഈ കാര്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുക. ഇപ്പൊ ബൈ വാല്യൂഡ് ലോജിക്കിലാണ് കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യണത്. മേ ബി ഇഫ് യു റിലാക്സ് എ ബിറ്റ് ഫസി ലോജിക് ഉപയോഗിക്കാം, ഓർ സ്റ്റൊക്കാസ്റ്റിക് റീസണിങ് ഉപയോഗിക്കാം. പക്ഷെ കമ്പ്യൂട്ടറൊക്കെ എത്ര ഇത് ചെയ്ത് കഴിഞ്ഞാലും ഒരു നോൺ ലീനിയർ രീതിയിൽ മറ്റേ റീസണിങ് ചെയ്യാൻ വേണ്ടി മറ്റേ ഹ്യൂമൻസിന് കഴിയും എന്ന സ്ഥാനത്ത് അത് മറ്റവർക്ക് കഴിയണമെന്നില്ല, അവർക്ക് കമ്പ്യൂട്ടറിന് കഴിയണമെന്നില്ല. പിന്നെ കമ്പ്യൂട്ടർ ഒരു പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയായിരിക്കും. അപ്പോൾ AI വേൾഡിൽ തന്നെ ആർട്ടിഫിഷ്യൽ എന്താ പറയുക, സ്മോൾ AI, ലാർജ് AI എന്ന് പറഞ്ഞാൽ ബിഗ് AI, അങ്ങനെ ഒരു ഡിബേറ്റ് ഉണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് ഉണ്ട്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ സ്പെസിഫിക് ഇന്റലിജൻസിലാണ് വർക്ക് ചെയ്യണത്. പിന്നെ ജനറലൈസ് ചെയ്യുക, ഏറ്റവും 3 രീതിയിൽ അവർ അത് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ 3ാമത്തെ ലെവലിലുള്ള സാധനം വന്നാലും ഈ റീസണിങ്ങിൽ ഹ്യൂമൻസിനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇമാജിനേഷൻ, ഇപ്പോ എന്താ പറയാ, അതൊരു യുണീക്ലി ഹ്യൂമൻ ക്വാളിറ്റിയാണ്. ഇനി ചിലപ്പോൾ ഇമാജിൻ ചെയ്യാൻ ചിലപ്പോൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് റാൻഡംനെസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അതിന്റെ കോൺസിക്വൻസ് വർക്ക്ഔട്ട് ചെയ്യാനോ ഒക്കെ പറ്റണമെന്നില്ല. പിന്നെ ക്വസ്റ്റ്യനിങ്, അതായത് അത് മേ ബി ഹ്യൂമൻസ് അലോങ് വിത്ത് മെഷീൻസ് ക്യാൻ ഡു വണ്ടേഴ്സ്, ഓർ അറ്റ്ലീസ്റ്റ് AI ക്യാൻ ഡു വണ്ടേഴ്സ്. പക്ഷേ ഒരു ഇന്ററാക്റ്റീവ് ക്വസ്റ്റ്യനോ മറ്റേ എന്താ പറയുക ഡീപ് സെമാൻറ്റിക്സിൽ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും പറ്റണമെന്നില്ല. ഇതാണ് 5 വെക്ടേഴ്സ്: എസ്റ്റിമേഷൻ, റെപ്രസെന്റേഷൻ, റീസണിങ്, ഇമാജിനേഷൻ, ക്വസ്റ്റ്യനിങ്. അപ്പോ പിന്നെ അടുത്തത് ടെമ്പർമെന്റ് ആണ്. ടെമ്പർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ മെഷീൻസിനെ നമുക്ക് എന്താ പറയാ വീസൽ ഫിനോമിന എന്ന് പറയും. നോ മാറ്റർ ഹൗ കോംപ്ലിക്കേറ്റഡ് സംതിങ് ഈസ്, കമ്പ്യൂട്ടർ ഒരിക്കലും ടയർഡ് ആവില്ല, ഹ്യൂമൻസ് ടയർഡ് ആവും. അത് ഹ്യൂമൻസിന്റെ വീക്ക്നെസ് ആയിട്ടാണ് പൊതുവെ മറ്റേ കാണപ്പെടുന്നെങ്കിലും ഈ വീസൽ ഫിനോമിന എന്നുള്ള ടേം ഐ എൻകൗണ്ടർഡ് ഫസ്റ്റ് വെൻ IBM ക്രിയേറ്റഡ് ഡീപ് തോട്ട്. ഓക്കെ, അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം എനിക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് എന്നെ കേട്ടറിവേ ഉള്ളൂ, ഞാൻ കൊടൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ദാറ്റ് ടേം ഹാസ് സ്റ്റക്ക്. വീസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം ചീവീടാണ്, അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടേഴ്സിന് സ്ലോ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡെലിബറേറ്റ്ലി നോക്കാൻ പറ്റുമോ, അങ്ങനത്തെ എന്ന് വെച്ചാൽ. പിന്നെ സ്പീഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ സ്പീഡ് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ രാജാവായിട്ട് ചെസ് കളിക്കുകയാണ്, ജയിച്ചാൽ നിങ്ങളുടെ തല പോവും, തോറ്റ നിങ്ങൾക്ക് പാരിതോഷികം കിട്ടും. ചിലപ്പോ എന്താ പറയുക പല ഗുണങ്ങളും ഉണ്ടെങ്കിൽ തോക്കുന്നതാണ് അവിടെ അഭികാമ്യം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വർക്ക് പ്ലേസിലോ അങ്ങനെയൊന്നും കമ്പ്യൂട്ടേഴ്സിന് ചെയ്യാൻ പറ്റില്ല. പിന്നെ കൊളാബറേഷൻ. ഓക്കെ, ഈ പല ഇപ്പോ ഡീപ്പ് ലേണിംഗിന്റെ എന്ന് വെച്ചാൽ LLM അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ നെറ്റ്വർക്കിന്റെ ഗെയിമിൽ ബ്രൂട്ട് ഫോഴ്സ് കമ്പ്യൂട്ടേഷനും എക്സ്റ്റെൻസീവ് പ്രീ പ്രോസസിങ് ആൻഡ് പോസ്റ്റ് പ്രോസസിങ് വെച്ചിട്ടാണ് ഈ ChatGPT ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ മോഡൽ ലെവലിൽ, അതായത് ഡീപ്പ് സെമാൻറ്റിക് ലെവലിൽ മനുഷ്യർ കൊളാബറേറ്റ് ചെയ്യണ മാതിരി അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേണമെങ്കിൽ പറയാം, ബെറ്റർ എസ്റ്റിമേഷൻ സ്കില്ല് വയ്ക്കുക, റെപ്രസെന്റേഷൻ സ്കിൽസ് കൂട്ടുക, പല രീതിയിലുള്ള റീസണിങ്, ലോജിക്കൽ റീസണിങ് മാത്രമല്ല ഡയലക്റ്റിക്കൽ റീസണിങ് ഉണ്ട്. ഇനി ലേണിംഗ് ഫ്രം ആന്റി പാറ്റേൺസ്, അങ്ങനെ കുറേ മോഡൽസ് ഉണ്ട്. പിന്നെ യു ക്യാൻ ഇമാജിൻ അബൌട്ട് തിങ്സ് ഇൻ എ നോവൽ വേ, ഇൻറ്റ്യൂഷൻ, ഇമാജിനേഷൻ ഒക്കെ കൂട്ടിക്കഴിഞ്ഞാലോ. പിന്നെ
ആസ്ക് ക്വസ്റ്റ്യൻസ് റെഗുലർലി. അപ്പൊ ഇങ്ങനത്തെ ഈ 8 വെക്ടേഴ്സ് ആണ്. ഞാൻ ആ ബുക്കിന്റെ കണ്ടന്റ് ജസ്റ്റ് സ്കിം ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അതിലെ ആർഗ്യുമെന്റ് എനിക്ക് കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ ആ വീഡിയോ കാണാൻ ആ ബുക്ക് വേണം. പക്ഷെ എസ്റ്റിമേഷൻ, റെപ്രസെന്റേഷൻ, റീസണിങ്, ഇമാജിനേഷൻ, ക്വസ്റ്റനിങ്, ടെമ്പർമെന്റ്, കൊളാബറേഷൻ. അപ്പൊ ഞാനിത് കണ്ടപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ചാറ്റ് ജിപിയുടെ അടുത്ത് ഈ ബുക്കിന്റെ തീം എന്താണെന്നുള്ളത് ചോദിച്ചപ്പോൾ ചാറ്റ് ജിപിടി എനിക്കൊരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് തന്നു. അതേ വെക്ടേഴ്സ് എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്രോക്സിമേറ്റ് റീസണിങ് ആണ് ഫസ്റ്റ് പറയുന്നത്. എസ്റ്റിമേഷനെ തന്നെ ആയിരിക്കും പറയുന്നത്. ഹ്യൂമൻസ് ഹാവ് ആൻ ഇന്നേറ്റ് എബിലിറ്റി ടു ക്വിക്ലി എസ്റ്റിമേറ്റ് ആൻഡ് ഗേജ് ക്വാണ്ടിറ്റീസ് without needing to compute exact numbers. This intuitive skills allows to make sense of number relations in everyday context without systematic calculation. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബാക്ക് ഓഫ് ദി എൻവലപ്പ് കാൽക്കുലേഷൻസ്, പിന്നെ എന്താ പറയുക, ഒരു അപ്രോക്സിമേറ്റ്ലി ഇപ്പോൾ ഒരു പണ്ടാരിയോട് ചോദിക്കുകയാണ്, ഓക്കെ 1000 പേരുടെ സദ്യക്ക് എത്ര ചെലവ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് എടുക്കുന്ന ആള് നിമിഷത്തിനുള്ള അയാൾ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഈവൻ മറ്റേ ഐ കുഡ് കാൽക്കുലേറ്റ് ബാക്ക് ഇൻ 2006 എത്ര ഇഷ്ടിക വേണമെന്ന് വിത്തൗട്ട് ഡൂയിങ് മച്ച് ഡെലിബറേറ്റ് തിങ്കിങ്. ഒരു സ്വാഗ്, സയന്റിഫിക് വൈൽഡ് ആസ് ഗെസ് എന്ന് പറയും. സ്വാഗ് ഈ ടേം ഒരു സുബു ഗുപ്ത എന്ന് പറഞ്ഞതാണ് എനിക്ക് സമ്മാനിച്ചത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് അത് പിക്ക് ചെയ്ത് സയന്റിഫിക് വൈൽഡ് ആസ് ഗെസ്, അതായത് ഇപ്പൊ ബാക്ക് ഓഫ് ദി എൻവലപ്പ് കാൽക്കുലേഷൻ ചെയ്യുന്നതിനെ പറയുന്നത്. പിന്നെ അപ്പോൾ ഇതാണ് മനുഷ്യർക്ക് ഇപ്പൊ അപ്രോക്സിമേറ്റ് റീസണിങ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്രോക്സിമേഷൻ ഡീപ് ലേണിംഗ് മോഡൽസ് ഫോർ ഇൻസ്റ്റൻസ് യൂസ് ഗ്രേഡിയന്റ് ഡിസൈൻ ടു ഒപ്റ്റിമൈസ് പാരാമീറ്റേഴ്സ് ഇൻ എ വേ ദാറ്റ് ഇൻഹറന്റ്ലി അപ്രോക്സിമേറ്റ് സൊല്യൂഷൻസ് ടു കോംപ്ലക്സ് പ്രോബ്ലം. അപ്പോൾ ഗ്രേഡിയന്റ് ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു അൽഗോരിതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ ഡെറിവേറ്റീവിനാണ് പൊതുവെ ഗ്രേഡിയന്റ്, അല്ലെങ്കിൽ ഗ്രേഡിയന്റ് എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് ആണ് ചെയ്യണേ. അപ്പൊ എറർ ഫംഗ്ഷനെ ക്വാഡ്രാറ്റിക് ആയിട്ട് മോഡൽ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നിന്ന് ഡിസെൻഡ് ചെയ്തിട്ട് യുണീക്ക് എറർ മിനിമൈസ് ചെയ്യുന്ന ആ അൽഗോരിതത്തിനെയാണ് ഗ്രേഡിയന്റ് ഡിസെൻഡ് എന്ന് പറയുന്നത്. അവിടെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ എറർ ഫംഗ്ഷൻ ക്വാഡ്രാറ്റിക് ആണെന്ന് ആര് പറഞ്ഞു? അപ്പൊ റൂട്ട് മീൻ സ്ക്വയർ അൽഗോരിതം ഉപയോഗിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്വൈസ് ഡിഫറൻഷ്യബിൾ ആണ്. പിന്നെ അത് യുണീക്ക് മിനിമം അല്ലെങ്കിൽ മാക്സിമം ഉള്ള കർവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എറർ അങ്ങനെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം എന്നില്ല എല്ലാ മോഡലിന്റെയും. പക്ഷെ അങ്ങനെ ചെയ്താലേ നമുക്കൊരു ക്ലോസ്ഡ് ഫോം സൊല്യൂഷൻ കിട്ടുള്ളൂ. അപ്പൊ അതിനൊരു കുറെ വീക്ക്നെസ് ഉണ്ട്. അതിന് പല രീതിയിലുള്ള ട്വീക്സ് ഒക്കെ ഉണ്ടെങ്കിലും ഒരു ബ്രൂട്ട് ഫോഴ്സ് ഒപ്റ്റിമൈസേഷൻ ആണ് അത്. In many real-world applications where precision is less critical than overall robustness, techniques such as fuzzy logic and probabilistic models allow machines to reason in ways that mirror the human capacity. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാതിരി, അതായത് പ്രോബബിലിറ്റിയും ഫസി ലോജിക്കും വെച്ചിട്ട് കുറച്ചും കൂടി മുന്നോട്ട് അവർക്ക് പോകാൻ പറ്റും. പക്ഷേ ഈ ഒരു റിപ്പീറ്റബിലിറ്റി ഒക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ മനുഷ്യനിപ്പോൾ പ്രോബബിലിസ്റ്റിക് റീസണിങ്ങും ഫസി ലോജിക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ if at all some error comes, he can actually recover. മെഷീന്റെ കേസിലാണെങ്കിൽ അത് പറ്റില്ല. അപ്പൊ അപ്രോക്സിമേറ്റ് റീസണിങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹ്യൂമൻസ് വിൽ ആക്ച്വലി ഫോർ ലോങ് ടൈം ഇനിയിപ്പോ സൈബോർക്ക്, അതായത് ഈ ചിപ്പൊക്കെ മനുഷ്യരുടെ ഉള്ളിൽ ഘടിപ്പിക്കാതെ ഇപ്പൊ എന്താ ന്യൂറാലിങ്കോ അങ്ങനെയൊക്കെ ഒരു സാധനമൊക്കെ മറ്റേ എലോൺ മസ്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കേട്ടു. ഈ LLMs ഒക്കെ നിങ്ങളുടെ തലയിലേക്ക് ശരീരത്തിലോട്ട് ഫിറ്റ് ചെയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓക്കെ കൂടുമായിരിക്കും. അപ്പൊ ആ വെക്ടറിൽ ഹ്യൂമൻസിന് ഒരു ഇതുണ്ട്. പിന്നെ അബ്സ്ട്രാക്ഷൻ ആൻഡ് സിംബോളിക് തോട്ട്, ഇവിടെയാണ് നേരത്തെ റെപ്രസെന്റേഷനും ഈ പറഞ്ഞതൊക്കെ. വി എക്സൽ അറ്റ് ട്രാൻസ്ഫോമിംഗ് കോൺക്രീറ്റ് ഐഡിയാസ് ഇൻ ടു അബ്സ്ട്രാക്ട് റെപ്രസെന്റേഷൻ. ഈ ഇടയ്ക്ക് യുജീനിയ ചെങ് ഒരു ബുക്ക് എഴുതിയിരുന്നു, ജോയ് ഓഫ് അബ്സ്ട്രാക്ഷൻ. ഇതിനെക്കുറിച്ച് നമ്മൾ പാസിംഗിൽ ഇവിടെ പല ടോക്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു ഫ്രെയിംവർക്ക് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ അത് ഒരു മുന്നോട്ട് വെക്കുന്ന ഒരു 4 ലെയർ ഫ്രെയിംവർക്കാണ്. അരിത്തമാറ്റിക്, അതിന്റെ ഒരു ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞ അരിത്തമാറ്റിക്, ആൾജിബ്ര, അബ്സ്ട്രാക്ട് ആൾജിബ്ര, കാറ്റഗറി തിയറി. അപ്പൊ അതിനെ നമ്മൾ റിയൽ ലൈഫിൽ പറയുകയാണെങ്കിൽ സ്പെസിഫിക്കേഷൻ, ഓർഗനൈസേഷൻ, ഏജന്റ്, ആക്ഷൻ. ഇനി മറ്റേ അത് ആ 4 ലെയർ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് കാണാം. This capacity enables us to create symbols and models that capture complex mathematical concepts, fostering innovation in reasoning. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പോ എന്താ പറയാ,
മനുഷ്യർക്ക് ഒരു യുണീക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഫോർ ഡെക്കേഡ്സ് എ റിസർച്ച് ഫീച്ചേഴ്സ് സിംബോളിക് സിസ്റ്റം, തിങ്ക് എക്സ്പെർട്ട് സിസ്റ്റംസ് ആൻഡ് ലോജിക് പ്രോഗ്രാമിംഗ് വെയർ നോളജ് വാസ് എക്സ്പ്ലിസിറ്റ്ലി റെപ്രസെന്റഡ് ആസ് റൂൾസ് ഓർ സിംബിൾസ്. അപ്പോൾ മേ ബി ഒരു കാലത്ത് പ്രൊലോഗ്, പ്രോഗ്രാമിംഗ് ഇൻ ലോജിക്, അതായത് 1973 വന്നൊരു ലാംഗ്വേജ് ആണ്. ദാറ്റ് വാസ് കോൾഡ് ലിസ്പും പ്രൊലോഗ് ആയിരുന്നു എ ലാംഗ്വേജ് എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ പ്രൊലോഗ് യൂസ് ടു ഡു എന്താ പറയുക, ഗുഡ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, പിന്നെ ജീനിയോളജിക്കൽ ഡാറ്റാബേസ് മറ്റേ ട്രാവേഴ്സ് ചെയ്യാൻ അതിന് സാധിക്കുമായിരുന്നു. പിന്നെ ഇറ്റ് കുഡ് ഡു തിങ്സ് ഒക്കെ, അതായത് കമ്പ്യൂട്ടേഷൻ ആസ് ലോജിക്കൽ ഡിഡക്ഷൻ എന്നുള്ള ഒരു തീമിൽ വന്ന ലാംഗ്വേജ് ആണ്. ബട്ട് അൾട്ടിമേറ്റ്ലി പീപ്പിൾ ഫൗണ്ട് ഔട്ട് ദാറ്റ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ട്രീ റെഡ്യൂസർ. അപ്പൊ കോമ്പിനറ്റോറിയൽ എക്സ്പ്ലോഷൻ ഇതിന് ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. Today, there is a growing field known as neurosymbolic AI that seeks to combine the pattern recognition powers of neural networks with rigorous structure of symbolic reasoning. അപ്പോൾ ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഗുഡ് ഓൾഡ് ഫാഷൻ ഗൊഫായും മറ്റേ എന്താ പറയാ ഈ ന്യൂറൽ നെറ്റ്വർക്കും കൂടി കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് റീസൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എവിഡൻസ് ബേസ്ഡ് AI, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ദിസ് blend aims to empower machines with a more flexible abstract understandings, much like human thought, that can interpret symbols and metaphors to cross domains. And cross domain combination skill വരുമ്പോൾ ഐ തിങ്ക് ഫോർമലിസംസ് ഹ്യൂമൻസിന് തന്നെ മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ മെഷീൻസിന് ബ്രൂട്ട് ഫോഴ്സ് വെച്ച് പറ്റുമെന്നാണ് ഹൈപ്പോത്തസിസ് എങ്കിലും ഒരു യൂണിവേഴ്സൽ റിഡക്ഷൻ എഞ്ചിൻ ഉണ്ടാക്കണം. ആ എഞ്ചിൻ സാധ്യമല്ല എന്നാണ് ഗോഡൽസ് ഇൻകംപ്ലീറ്റ്നെസ് തിയറം പറയുന്നത്. നോ മാറ്റർ how sophisticated a system is, a system cannot be described with something within the system ഇരുന്നുകൊണ്ട് ആ സിസ്റ്റത്തിന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതായത് സിസ്റ്റത്തിന് കംപ്ലീറ്റ്നെസ്സിന് എയിം ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, കൺസിസ്റ്റൻസി എയിം ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ദാറ്റ് ഈസ് സം ഏരിയ വെയർ ഓക്കെ ഹ്യൂമൻസ് ക്യാൻ ആക്ച്വലി ഹാവ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ ആൻഡ് ദെൻ ഓവർകം ഇറ്റ്. ലെഫ്റ്റിൽ കാണുന്നത് ഹ്യൂമൻസിന്റെ ട്രേറ്റ് ആണ് ആസ് പെർ ChatGPT, റൈറ്റിൽ കാണുന്നത് മെഷീൻസിന്റെ ആണ്. പിന്നെ ലോജിക്കൽ ഫ്രെയിംവർക്സ്, അവർ എബിലിറ്റി ടു കൺസ്ട്രക്ട് ഫോർമൽ ലോജിക്കൽ സിസ്റ്റംസ് ഈസ് ഫൗണ്ടേഷണൽ ടു റിഗറസ് തിങ്കിങ്. We build and navigate frameworks based on axioms and deductive reasoning, uncovering deep relationship and truth within a given set of data or problem. ഈ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പ് ജുനൈദ് മുബീന്റെ ഒരു 6 minute വീഡിയോ കണ്ടിരുന്നു. പുള്ളി അതിൽ ലോജിക്കൽ ഫ്രെയിംവർക്ക് ആയിട്ട് യൂക്ലിഡിന്റെ ജോമെട്രിയാണ് എടുത്തത്. യൂക്ലിഡ് ആദ്യത്തെ 4 പോസ്റ്റ്ലേറ്റ്സും പിന്നെ 5th പോസ്റ്റ്ലേറ്റ് വെച്ചിട്ട് ഏതാണ്ട് 250 ജോമെട്രിക്കൽ തിയറംസ് അയാളുടെ എലമെന്റ്സിൽ ഇത് ഉണ്ടായിരുന്നു. അപ്പൊ 5th പോസ്റ്റ്ലേറ്റ്, അതായത് ഒരു ലൈൻ ഉണ്ടെങ്കിൽ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ ഐഡന്റിഫൈ ആണെങ്കിൽ അതിന് പാരലൽ ആയിട്ട് ഇന്റർസെക്ട് ചെയ്യാത്തൊരു ലൈൻ ഉണ്ടെന്നാണ് 5th പോസ്റ്റ്ലേറ്റ് പറയുന്നത്. അത് ഈ സ്പിയറിന്റെ കേസിലും ഹൈപ്പർബോളയുടെ കേസിൽ അത് കറക്റ്റ് അല്ല. സ്പിയറിന്റെ കേസിൽ മറ്റേ എന്താ പറയാ സം ഓഫ് 3 ആംഗിൾസ് 180 കൂടുതൽ പോകും. ഇനി ഹൈപ്പർബോളയുടെ കേസിലാണെങ്കിൽ സം ഓഫ് 3 ആംഗിൾസ് 180 താഴെ വരാം. അപ്പോ അതർ കൈൻഡ്സ് ഓഫ് ജോമെട്രി ഉണ്ടാക്കുക, ഇത് ഹൈപ്പർബോളിക്, സ്പെറിക്കൽ ജോമെട്രി, അത് നോൺ യൂക്ലിഡിയൻ ജോമെട്രി ഉണ്ടായത് എങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയാ വി ക്യാൻ ആക്ച്വലി ക്രിയേറ്റ് ഫ്രെയിംവർക്സ് ബേസ്ഡ് ഓൺ ആക്സിയംസ്, ഡിഡക്റ്റീവ് റീസണിങ് ഉപയോഗിക്കാം. നമ്മൾ ആക്സിയംസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ആൾ ടുഗദർ ഡിഫറെന്റ് സിസ്റ്റംസ് which we can actually represent the original as well as okay, it can be much broader. Many classical AI systems are built on logical rules and formal reasoning. Automated theorem provers and constraint satisfaction always exemplify how AI uses structured logical frameworks to solve problems. More recently, even in systems based on statistical learning, researchers are incorporating elements of logic to guide decision making, probabilistic logic, fuzzy logic ഒക്കെ. See, അപ്പോൾ ഈ ലോജിക്കൽ ഫ്രെയിംവർക്സ് ഒക്കെ ഇവരുണ്ടാക്കുകയാണെങ്കിലും ഇപ്പൊ ഈ AI വന്നാലും AIക്ക് എന്താ പറയാ ഈ പെർഫോമൻസ് കൂട്ടാൻ പറ്റും. പക്ഷെ കോമ്പറ്റൻസ് വേഴ്സസ് പെർഫോമൻസ് എന്നുള്ള ഡിബേറ്റ് തന്നെ ഞങ്ങളുടെയൊക്കെ സർക്കിളിൽ വരാൻ തന്നെ കാരണം ഈ എന്താ പറയാ രാജീവ് മൽഹോത്ര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് പവർ എന്ന് പറയുന്ന ബുക്ക് എഴുതിയ പശ്ചാത്തലത്തിൽ പുള്ളി മുന്നോട്ട് വെച്ച ആർഗ്യുമെന്റ് ആണ്. അപ്പൊ അത് വിച്ച് സൗണ്ടഡ് ലോജിക്കൽ ടു
me and a lot of others. So we extensively discussed about it. Competence versus performance. In chess, thanks to reinforcement learning, machines are outperforming humans. പക്ഷേ മനുഷ്യൻ കളിക്കുന്ന ചെസ് അല്ല അവർ കളിക്കുന്നത്. മേ ബി ചെസ് വെച്ചിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാവുന്ന, കാരണം modern day chess engines even do not know rules. Okay, they automatically figure it out based on the past data which has been fed into. അപ്പോൾ അത് കുറച്ചു കാലം മുമ്പ്, മേ ബി ബിഫോർ 2015, ചെസ് എൻജിൻസ് കുറച്ചും കൂടി ലോജിക്കലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ബ്രൂട്ട് ഫോഴ്സ് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. ദേ ഡോണ്ട് ഈവൻ നോ ദ റൂൾ. മറ്റേതാണെങ്കിൽ കെയർഫുള്ളി പീസസിന്റെ മറ്റേ എന്താ പറയുക, വാല്യൂ, റിലേറ്റീവ് പൊസിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ കെയർഫുള്ളി ഫീഡ് ചെയ്ത് ആണ് മറ്റേ എന്താ പറയുക, മെമ്മറിയും കമ്പ്യൂട്ടേഷനും വെച്ചിട്ടാണ് പണ്ട് ചെസ് ചെയ്യുന്നത്. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, ഒരു ന്യൂറൽ നെറ്റ്വർക്ക് മോഡലാണ് നമുക്കെതിരെ കളിക്കുന്നത്. ആൻഡ് എന്താ പറയുക, അവിടെ ഹ്യൂമൻസ് വിൽ ആക്ച്വലി ഇത് ചെയ്യുന്ന എക്സൽ ചെയ്യും. പിന്നെ ക്രിയേറ്റീവ് ഫ്ലെക്സിബിലിറ്റി gives us the freedom to approach problems from new angles. Unlike computer algorithm that follow rigid procedures, humans can break from conventional thought patterns to invent novel solution. അപ്പൊ അവിടെയാണ് ഒരു കാര്യമുള്ളത്. ഇപ്പൊ എയില് ജനറൽ അഡ്വൈസറി നെറ്റ്വർക്ക് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡീപ് ഫേക്ക് അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്താ പറയാ, ഒരു ജനറലൈസേഷൻ, എന്താ പറയാ, ഒരു ക്രിയേറ്റീവ് ജനറലൈസേഷൻ പോസിബിൾ ആണോ? ഇനി പോസിബിൾ ആണെങ്കിൽ തന്നെ അത് ബ്യൂട്ടിലൈസ് ഇൻ ദ ഐസ് ഓഫ് ദി, ഒരു സബ്ജക്റ്റീവ് ഏരിയാസ് ഒക്കെ വരുമ്പോൾ ഹ്യൂമൻസ് വിൽ ഔട്ട് പെർഫോം. പിന്നെ ഈ ക്വസ്റ്റ്യനിങ് ആൻഡ് പ്രോബ്ലം സെലക്ഷൻ ആണ്. എ ക്രിട്ടിക്കൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ഇന്റലിജൻസ് ഈസ് നോയിങ് വിച്ച് പ്രോബ്ലംസ് ആർ വർത്ത് പർസ്യൂയിങ്. Instead of just solving problems mechanically, we question the underlying assumptions and discern or get insight into where our efforts can yield meaningful insight. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക, അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഈ ഓണ്ടോളജി ഓഫ് വാട്ട് വി ഡിസ്കസ് അത് ചേഞ്ച് ചെയ്താൽ തന്നെ ദ ഡിസ്കഷൻ വിൽ ആക്ച്വലി ടേക്ക് എ ന്യൂ ഡയമെൻഷൻ. ഓക്കെ, വിച്ച് ഒരു കൺട്രോൾഡ് രീതിയിൽ മെഷീനൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഭയങ്കര ഇതുണ്ട്. നമുക്ക് എന്താണ് ChatGPT പറയുന്നത് നോക്കാം. വൺ ഓഫ് ദി മോസ്റ്റ് ചലഞ്ചിങ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ഇന്റലിജൻസ് ഈസ് നോയിങ് വിച്ച് ക്വസ്റ്റ്യൻസ് ടു ആസ്ക് ആൻഡ് വിച്ച് പ്രോബ്ലംസ് ടു പ്രയോറിറ്റൈസ്. റാങ്കിങ് ഒക്കെ പറ്റും. ഇൻ AI, this is an evolving frontier. Concepts like active learning and curiosity-driven exploration are steps towards systems that not only solve problems but also seek out new challenges. Reinforcement learning agents with intrinsic motivation are being designed to explore their environments. ഇപ്പൊ ഇതിനൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ക്വസ്റ്റ്യനിങ് ആൻഡ് പ്രോബ്ലം സെലക്ഷനിൽ ഹ്യൂമൻ ആംഗിള് ദേ കൻ ആസ്ക് സം ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ഓർ, പക്ഷേ ഒരു എന്താ പറയാ, പലപ്പോഴും ഈ മോഡൽസ് ഒന്നും മനുഷ്യരുടെ എങ്ങനെയാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഹ്യൂമൻസ് ഇവോൾവ് ചെയ്യുന്നത്, ഹ്യൂമൻസ് തമ്മിലുള്ള മ്യൂച്വൽ ഇൻകോമ്പറ്റൻസ് ആണ് പലപ്പോഴും പ്രോഫിറ്റിലും ഇതൊക്കെ എത്തിക്കുന്നത്. ആ സബ് ഒപ്റ്റിമൽ ലെവലിലുള്ള ഓർഗനൈസേഷനാണ് ഹ്യൂമൻസിന് അവിടെ പ്രസക്തി ഉണ്ടാക്കി കൊടുക്കുന്നത്. അല്ലെങ്കിൽ സിസ്റ്റം ഷുഡ് ഹാവ് റൂൾ ദ വേൾഡ് ലോങ് എഗോ. അപ്പൊ ആ ഹ്യൂമൻ ആംഗിള് എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹ്യൂമൻസ് അതിനെ ഔട്ട്സ്മാർട്ട് ചെയ്യും. അപ്പോൾ പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോളറീസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും മെഷീൻസിന്. പക്ഷേ ചിലപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ വേറെ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ സൈക്കോളജിക്കൽ ലെവലില് എന്താ പറയുക, പ്രോബ്ലം സോൾവിങ് അങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ ഇതില്ല. അപ്പൊ ഈ 5 വെക്ടേഴ്സ് ആണ് പുള്ളി ഒരു തോട്ട് ലെവലിൽ പറയുന്നത്. അതായത് അപ്രോക്സിമേറ്റ് റീസണിങ്, അബ്സ്ട്രാക്ഷൻ ആൻഡ് സിംബോളിക് തോട്ട്, ലോജിക്കൽ ഫ്രെയിംവർക്സ് ഉണ്ട്, നമുക്ക് ക്രിയേറ്റീവ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ക്വസ്റ്റനിങ് ആൻഡ് പ്രോബ്ലം സെലക്ഷൻ ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇന്റർപ്രറ്റേറ്റീവ് ഇൻസൈറ്റ് ആണ് അടുത്തത്. Humans have an innate ability to quickly estimate and gauge quantities without needing to compute exact numbers. This intuitive skill allows us to make sense of number relationship in every. ഇത് തെറ്റിപ്പോയതാണോ? അപ്പൊ എന്തോ ഒരു അപ്രോക്സിമേറ്റ് റീസണിങ്ങില് ഞാൻ ChatGPT കോപ്പി ചെയ്തപ്പോ
ഇന്റർപ്രറ്റേറ്റീവ് ഇൻസൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഹ്യൂമൻസ് ഹാവ് ആൻ ഇന്നേറ്റ് എബിലിറ്റി ടു ക്വിക്ലി എസ്റ്റിമേറ്റ്. അപ്പൊ ഇന്റർപ്രറ്റേറ്റീവ് ഇൻസൈറ്റിന് ഇവിടെ തെറ്റിപ്പോയി, കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ. Beyond raw calculation, humans can interpret data to reveal hidden patterns and context. This capability allows us to extract deeper, often qualitative meaning from numbers, a strength that complements quantity. അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് വരുമ്പോൾ ഓക്കെ, ഡെഫിനറ്റ്ലി ദ ബ്രൂട്ട് ഫോഴ്സ് കമ്പ്യൂട്ടേഷണൽ മോഡൽ ഓഫ് മെഷീൻസ് വിൽ ആക്ച്വലി ഗീവ് us ദിസ് തിങ്. പക്ഷേ ക്വാളിറ്റേറ്റീവ് ഗുണാത്മക തലത്തിലുള്ള ഒരു ചർച്ച വരുമ്പോൾ ഇവിടെയാണ് ഒരു വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ വേ ഓഫ് തിങ്കിങ്ങിന് ഒരു ഭയങ്കര റെലവൻസ് ഉണ്ട്. ഇത് ഒരു വൺ ഓഫ് ദി റീസൺസ്. ഇപ്പോ പൊതുവേ ഒരു ധാരണയുണ്ട് പ്രോഗ്രാമിങ്ങില് മറ്റേ ഇന്ത്യൻസ് അങ്ങനെ അധികം എക്സൽ ചെയ്യില്ല, വെള്ളക്കാരുടെ ഒരു ഇതാണ്. അങ്ങനെ ഒരു തോന്നൽ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യക്കാര് വെള്ളക്കാരെക്കാൾ കൂടുതൽ ബുദ്ധിമാന്മാരായതുകൊണ്ടാണ്. കാരണം നമ്മുടെ ഭാഷയും നമ്മുടെ എന്താ പറയുക ഈ ഫിലോസഫിയൊക്കെ കുറച്ചും കൂടി ബ്രോഡർ ആയതുകൊണ്ടാണ്. ഒരു വെള്ളക്കാരന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൂൾസും പ്രോട്ടോകോൾസും ഫോളോ ചെയ്ത് അവന്റെ ഉപ്പാടളകും. അപ്പോ ഇനിയിപ്പോ വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ നാളെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാളക്കാരന്മാർ ഈ റോട്ടിൽ കൂടി നടക്കണമെന്നവരെ ചിലപ്പോ ഗവൺമെന്റ് തെറ്റൂര മറക്കാം. മറ്റേ എന്താ പറയാ, സോ ദാറ്റ് AI systems can actually sense your movements and predict. ഇപ്പൊ ചിലപ്പോ അർബൻ ക്യാവോസ് ഒക്കെ അവർ അങ്ങനെയായിരിക്കും ചെയ്യണേ. ഒരു സെൽഫ് റെഗുലേറ്റിംഗ് സിസ്റ്റത്തിന് പകരം ഒരു റൂൾ പ്രോട്ടോകോൾ ബേസ്ഡ് സിസ്റ്റമാണ്. അപ്പോൾ ഈ AI മോഡൽസ് എല്ലാം അസ്യൂം ചെയ്യുന്നത് ഒരു മെറ്റീരിയലിസ്റ്റിക് ഫ്രെയിംവർക്ക് ഉണ്ട്, അതിലൊരു പുറകിലൊരു മെറ്റാഫിസിക്കൽ ഫ്രെയിംവർക്ക് ഉണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദാറ്റ് ഡസിൻ സ്കെയിൽ ടു ഹ്യൂമൻ ലെവൽ. അപ്പൊ ഇന്റർപ്രറ്റേറ്റീവ് ഇൻസൈറ്റ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എ പേഴ്സൺ ലൈക്ക് മീ ഹു ഇസ് വെൽ വേഴ്സ്ഡ് ഇൻ Western philosophy as well as philosophy like Vedanta, Eastern metaphysical traditions ആയിട്ട് ബന്ധമുള്ള ഒരാൾക്ക് അയാളുടെ ഇന്റർപ്രിട്ടേഷൻ എപ്പോഴും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു സ്ട്രിക്ട്ലി ക്വാണ്ടിറ്റേറ്റീവ് ലെവലിൽ ചിന്തിക്കുന്ന ആളെക്കാളും ബെറ്റർ ആയിരിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ വൈ ഇപ്പോ ഇന്ത്യൻസ് ഈ ലാർജ് കമ്പനീസിന്റെ തലപ്പത്തേക്ക് ഇന്ത്യൻസ് വരുന്നതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വാളിറ്റേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ, ആ ഒരു റൂൾ പ്രോട്ടോകോൾ ബേസ്ഡ് റെൽമിൽ നിന്ന് മാറാൻ ഒരു വെള്ളക്കാരന് നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ ഒരു ആംഗിൾ ഉണ്ട് ഇന്റർപ്രറ്റേറ്റീവ്. വൈൽ നമുക്ക് നോക്കാം, വൈൽ മെനി AI models are often criticized as black boxes, there is intense research on model interoperability and explainability. എക്സ്പ്ലെയിനബിൾ AI എന്ന് പറഞ്ഞിട്ടൊരു മൂവ്മെന്റ് തന്നെ ഉണ്ട്. ഇപ്പൊ ബേസിയൻ ടെക്നിക്സ് ഒക്കെ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ന്യൂറൽ നെറ്റ്വർക്കിനേക്കാളും കുറച്ചും കൂടി എക്സ്പ്ലെയിനബിൾ AI പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ബേസിയൻ അനാലിസിസിനാണെന്നുള്ളത് പൊതുവെ ഒരു വിശ്വാസമുണ്ട്. പക്ഷേ ഐ തിങ്ക് തിങ്സ് ആർ നോട്ട് റീച്ചിങ് എനിവെയർ. അതിപ്പോ ഈവൻ ഫിലോസഫിയിലും ഈ ഡിബേറ്റ് ഉണ്ട്, ക്വാളിയ ഉണ്ടോ, എല്ലാം ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. അതോ ഇപ്പൊ ഡാനിയൽ ഡെനറ്റ് പറഞ്ഞ മാതിരി എവറിത്തിങ് ഈസ് മാറ്റർ. അതായത് പൂവർ ഡെക്കാർട്ടെ couldn't understand that മൈൻഡ് ഈസ് നത്തിങ് ബട്ട് മാറ്റർ ഇൻ മോഷൻ. അത് അയാളുടെ കാർട്ടീഷ്യൻ ഡ്യുവാലിസത്തിനെ മറ്റേ മരിച്ചുപോയ ഫിലോസഫർ ഡാനിയൽ ഡെനറ്റ് ഒരു വീഡിയോയിൽ ക്വസ്റ്റ്യൻ ചെയ്ത മാതിരിയാണ്. അപ്പോൾ ഈ എന്താ പറയാ ഒരു മെറ്റീരിയലിസ്റ്റിക് കൺസെപ്ഷൻ ഓഫ് ദി വേൾഡിൽ നിന്നാണ് ഈ AI-യിലേക്കുള്ള ഫ്രൻസി വരുന്നത്. അവിടെ ഒരു സ്ലൈറ്റ് സെമാൻറ്റിക് ഷിഫ്റ്റ് വരുത്തി കഴിഞ്ഞാൽ AI മോഡൽസ് അവിടെ ഇറ്റ് വോണ്ട് സ്കെയിൽ. അപ്പൊ അതാണ് അതിന്റെ ഒരു കാര്യം. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിനെക്കാളും വേഴ്സ് ആയിരിക്കും. സ്റ്റാറ്റിസ്റ്റിക്സിന് ജനറലൈസേഷൻ കപ്പാസിറ്റി ചിലപ്പോൾ AI-ക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അഡാപ്റ്റീവ് ലേണിംഗ്, അപ്പൊ അവർ ഇന്റലിജൻസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ഡൈനാമിക് എബിലിറ്റി ടു ലേൺ ആൻഡ് ഇവോൾവ്. We continuously integrate new information by blending analytical and creative thinking, adapting our strategies as situations. See, ഒരു
അനലിറ്റിക്കൽ ഇൻസൈറ്റ് കുറച്ചും കൂടി പോസ്റ്റ് പ്രോസസ് ചെയ്യാൻ മെഷീനിന് സാധിക്കും എന്നുള്ള ഉറപ്പാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കൊറോളറീസ് ഒക്കെ കണ്ടുപിടിക്കുന്നതിലൊക്കെ ചിലപ്പോൾ മെഷീൻസ് വിൽ ആക്ച്വലി ഹെൽപ്പ്. അതായത് വൺസ് ഒരു തിയറം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസ് ഓൺ അതർ തിയറംസ് ഒക്കെ ചിലപ്പോൾ ലോജിക്കൽ ഡിഡക്ഷൻ വഴി മെഷീൻസിന് ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലാത്തതൊക്കെ ഹ്യൂമൻസ് വിൽ ആക്ച്വലി ഇത് ചെയ്യണം. ഇത് ഒരു ഹ്യൂമൻ വേഴ്സസ് അപ്പൊ ഈ ബുക്ക് ചിലപ്പോൾ വായിച്ചു നോക്കിയാൽ ഇതിന്റെ അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോ എന്താ പറയാ, ബുക്ക് സ്കിം ചെയ്തതിന്റെയും ആ ബുക്കിന്റെ 7 വെക്ടേഴ്സ് ഏതാണെന്നുള്ളതും ജസ്റ്റ് ഒരു കാഷ്വൽ ചാറ്റ് GPT ടോക്കിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പോൾ ഈ ഇന്നലത്തെ ഡിസ്കഷൻ, അതായത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഈസ് ഗോയിങ് ടു അഫക്ട് അസ് പ്രോഗ്രാമേഴ്സ്, ഓക്കെ, വെൻ പീപ്പിൾ അറൌണ്ട് ബിക്കം smarter because of AI. Now, even in the times of AI, how we can actually overcome these machine models. അപ്പൊ അതിന്റെ ഒരു ഇന്റേണൽസും അതിന്റെ ലിമിറ്റ്സും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂളായിട്ട് അതിനെ മറികടക്കാൻ പറ്റും. സോഷ്യൽ കോൺസിക്വൻസിനൊന്നും ഒരു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ഇന്റലക്ച്വൽ ലെവലിൽ ഹൗ വി ക്യാൻ ആക്ച്വലി മാച്ച് വിത്ത് AI എന്ന് വെച്ചാൽ നോട്ട് ഫൈറ്റിംഗ് machine. Okay, maybe if you do chess with machine and if you do maybe factual information anengilum by dumb data, machines can dominate a human for sure. But we are running our economy based on human to human battle. Avade a human with a machine and another human with a machine fight ചെയ്യുമ്പോൾ the old rules will come back എന്നുള്ളതാണ്. ഇനി maybe in the short run ഈ മെഷീൻസ് എങ്ങനെ ഈ മെഷീൻ മോഡൽസ് യൂസ് ചെയ്യാനുള്ള എബിലിറ്റി മൈറ്റ് വേ ഇൻ ടു ദ സിറ്റുവേഷൻ. പക്ഷെ വൺസ് ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ ഇത് ടേപ്പർ ചെയ്ത് പോകുമ്പോൾ ഈ ഹ്യൂമൻ കപ്പാസിറ്റി ടു ആക്ച്വലി എന്താ പറയുക കം അപ്പ് വിത്ത് നോവൽ റെസ്പോൺസസ് ടു എന്താ പറയുക എ സിറ്റുവേഷൻ വിച്ച് ഡിസ്ട്രപ്റ്റ്സ് ദെയർ മോഡസ് ഓപ്പറാൻഡി. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഈ ചർച്ച വളരെ യൂസ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. കാരണം ഇപ്പൊ ഇതില് നമ്മൾ ഈ ബുക്കിൽ പറയുന്ന 8 വെക്ടേഴ്സ്, അതായത് എസ്റ്റിമേഷൻ, റെപ്രസെന്റേഷൻ, റീസണിങ്, ഇമാജിനേഷൻ, ക്വസ്റ്റ്യനിങ്, ടെമ്പർമെന്റ് ആൻഡ് കൊളാബറേഷൻ, ഇത് വഴി നമുക്ക് എന്താ പറയുക ഹ്യൂമൻസ് സ്റ്റിൽ ഡു ഹാവ് വാല്യൂ ആൻഡ് ഒരു മെറ്റീരിയലിസ്റ്റിക് കൺസെപ്ഷൻ ഓഫ് ദി വേൾഡിൽ നിന്ന് നോക്കുമ്പോഴാണ് ഈ പല ഡേഞ്ചേഴ്സ് ഉള്ളത്. പക്ഷേ എന്താ പറയുക, ഇപ്പൊ ഗ്ലോബലൈസേഷൻ ഇൻവെന്റ് ചെയ്ത ആൾക്കാരെ തന്നെ തലയ്ക്ക് കൈവയ്ക്കുക. അതായത് ഒരു മിക്ക ഇന്നോവേഷൻസും ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്റേഴ്സ് ആവാറുണ്ട്. അപ്പോ AI ബിയോണ്ട് എ സർട്ടൻ പോയിന്റ് ഒരു യെറ്റ് അനദർ ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്റർ വിച്ച് മൈറ്റ് നോട്ട് ബി, it will be just another event in the long history of human evolution എന്നുള്ള രീതിയിലേക്ക് എടുക്കാം. അപ്പോ now floor is open for discussion. അപ്പോൾ ഇതില് റീസണിങ് അത് റീസണിങ് ബേസ്ഡ് മോഡൽസ് ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ എന്നാലും ഇതിൽ പറയണത് എന്തായിരുന്നു ആ വ്യത്യാസം? അതായത് ഹ്യൂമൻ റീസണിങ് എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഹ്യൂമൻ ഡേറ്റ അല്ലല്ല അപ്രോക്സിമേറ്റ് റീസണിങ് എന്നാണല്ലേ പറഞ്ഞത്. അതായത് ഇപ്പൊ ഡേറ്റ ഇല്ലാത്തടുത്ത് നമുക്ക് റീസൺ ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു AI ബേസ്ഡ് സിസ്റ്റത്തിന് പറ്റാന്നാണോ? അതാണോ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ. അല്ലെ ഒരു നോൺ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇത് നമ്മുടെ 72ാമത്തെയോ അങ്ങനെ ഒരു വീഡിയോ. ഇപ്പൊ നമ്മൾ ഈ ആസ് എ ഗ്രൂപ്പ് വന്നിട്ട് നമ്മളിപ്പോ ഈ ഗ്രൂപ്പ് തുടങ്ങി കഴിഞ്ഞപ്പോ ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലത്തെ ഇപ്പൊ നമ്മൾ ഇതെങ്ങനെ ഫീഡ് ചെയ്ത് കൊടുത്താലും ഒരു എന്താ പറയാ ഒരു ഹയർ സെമാൻറ്റിക്സ് ഉണ്ട്. അത് മെഷീൻസിനോട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. മനസ്സിലായില്ലേ? അതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ നിങ്ങൾക്ക് എത്ര വിവരം ഉണ്ടായിട്ടും പൊളിറ്റിക്കൽ അക്യൂമെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇനിയിപ്പോ എത്ര നോളജ് ഉണ്ടെങ്കിലും ഏതാ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണോ? അതെ അതെ. ഇപ്പൊ മെഷീൻസ് ടേക്കിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടല്ലേ ദിസ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് ഇറ്റ്. പക്ഷെ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാല് നമ്മളെങ്ങനെ മെഷീന്റെ ഈ AI ഉപയോഗിക്കുകയും AIയുടെ മോഡൽസിന്റെ ലിമിറ്റ്സ് ഉപയോഗിച്ച് ഒരു ജീവിതശൈലി ക്രാഫ്റ്റ് ചെയ്തെടുക്കണം. എന്നാലേ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് റെലവൻസ് ഉള്ളൂ.
ഇവിടെ കിട്ടിയ ഓക്കെ. അല്ല, ഇപ്പൊ ഞാൻ ഒരു പ്രൊവോക്കേറ്റീവ് ക്ലെയിം നടത്താം. ഇപ്പൊ നമ്മൾ പറയില്ല IIT, MIT അങ്ങനെയൊക്കെ പറയുമ്പോൾ, പക്ഷെ അവിടത്തേക്കൊരു ടോപ്പ് 2% അല്ലെങ്കിൽ ടോപ്പ് 2% ആൾക്കാരെ ബീറ്റ് ചെയ്യാനേ ബുദ്ധിമുട്ടുള്ളൂ. മറ്റേ ഒരു സ്ലൈറ്റ് സൈക്കോളജിക്കൽ, ഇത്തിരി കോഗ്നിറ്റീവ് സൈക്കോളജിയും മറ്റേതൊക്കെ അറിയാമെങ്കിൽ മോസ്റ്റ് ആൾക്കാരെ നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാം. ഇവിടെ കിട്ടിയ അപ്പൊ ഒരു ബ്രൂട്ട് ഫോഴ്സ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് ആണ് മറ്റേ യാർഡ് സ്റ്റിക്ക് എങ്കിൽ നിങ്ങൾ തൂക്കും ഒരു IIT കാരന്റെ മുമ്പിൽ. നിങ്ങൾക്ക് സെന്റിമെന്റ് പോലും ഉപയോഗിക്കാമല്ലോ. ഇപ്പൊ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ഇപ്പൊ ഞാൻ പറയട്ടെ, സ്റ്റാൻഫോർഡ് വേഴ്സസ് MIT ഒരു ഭയങ്കര ബാറ്റിലുണ്ട്. അതായത് MIT-ക്കാർ പറയുന്ന ഒരു ബുദ്ധിമാന്മാരാന്ന്, സ്റ്റാൻഫോർഡുകാർ പറഞ്ഞാൽ ഞങ്ങളാണ് വെൽത്ത് പ്രൊഡ്യൂസ് ചെയ്യണേന്ന്. നോക്കുമ്പോ കറക്റ്റാ. അപ്പൊ ഹൗ ആർ യു ഇന്റലിജന്റ് ആണോ, ഹൗ ഇന്റലിജന്റ് അറിയുവാണോ, ഹൗ ആർ യു ഇന്റലിജന്റ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ അപ്പൊ തന്നെ വന്ന. അപ്പൊ ഇതൊരു ബൈനറി ഡിസിഷൻ അല്ലല്ലോ. 10-30 റീസണിങ് വരുമ്പോ നമുക്ക് എന്താ പറയാ, ഈ മനുഷ്യരുടെ ഫസി റീസണിങ്, പ്രോബബിലിസ്റ്റിക് റീസണിങ്, അപ്രോക്സിമേറ്റ് റീസണിങ്, പിന്നെ റീസണിങ് അമിഡ്സ്റ്റ് ലാംഗ്വേജ് chaos, that will beat. എന്നാണ് എന്റെ ആർഗ്യുമെന്റ്. ഇതെല്ലാം കറന്റ് സ്റ്റേറ്റ് ഓഫ് AI വെച്ചിട്ടല്ലേ പറയണത്? അതെ. അല്ല, അതിന് എനിക്കൊരു റീസൺ ഉണ്ട്. ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് ആണ് ആധാരം, പ്ലസ് പ്രീ പ്രോസസിങ് ആൻഡ് പോസ്റ്റ് പ്രോസസിങ് ആണ്. പക്ഷെ ഇപ്പൊ എനിക്ക് ഇതിനുള്ളിൽ വേറെയും കുറെ ആർഗ്യുമെന്റ് ഉണ്ട്. കാരണം ഇപ്പൊ പുതിയ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഗ്രൂപ്പ് തിങ്ക് വന്നൂടെ, ഇൻബ്രീഡിങ് മാതിരിയായില്ലേ? അല്ലല്ല, ഓക്കെ. നമുക്ക് ഹൗ ടു ടാക്കിൾ GPTs ആണെങ്കിൽ കറക്റ്റ് ആണ്. പക്ഷെ ഹൗ ടു ടാക്കിൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളതാണെങ്കിൽ കറക്റ്റ് അല്ല. കാരണം ഇപ്പൊ അവിടെ പല അസംഷൻ എടുക്കേണ്ടി വരും നമുക്ക്. അതായത് ഇപ്പൊ കമ്പ്യൂട്ടേഷൻ എല്ലാം എന്താണ്, ഐ കുഡിൻ അഗ്രി വിത്ത് യു മോർ ഓൺ ദിസ് എന്നാണ്, മോർ ദാൻ ദിസ് അങ്ങനെ ഒരു ഫ്രേസ് ഇല്ലേ, അത് ഉപയോഗിക്കേണ്ടി വരും ഞാനിപ്പോ. ശരിയാ, അതല്ല ഇപ്പൊ നമ്മുടെ മുന്നില് ഈ ബ്രൂട്ട് ഫോഴ്സ് ന്യൂറൽ നെറ്റ്വർക്കിന്റെ അഡാപ്റ്റേഷനായ ട്രാൻസ്ഫോമർ നെറ്റ്വർക്കിന്റെ മുകളിലുള്ള നെറ്റ്വർക്ക് ആണല്ലോ LLMs. അത് ഉണ്ടാക്കുന്ന ചലഞ്ച് എങ്ങനെ മറികടക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതെ. അല്ല, അതില് നമ്മൾ ജനറലിസ്റ്റ് ടെമ്പർമെന്റ് വളർത്താം, മോർ ആൻഡ് മോർ ഡൊമൈൻസ് ഇത് ചെയ്യാം. പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ ഇപ്പൊ മാനേജ്മെന്റും പ്രൊഡക്റ്റും ഒക്കെ ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് വാല്യൂ പ്രൊപ്പോസിഷൻ കൊടുക്കുക എന്നൊക്കെ ഉള്ളതാണ്. ഈ ലാസ്റ്റ് പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇന്നത്തെ ചർച്ചയിൽ അത് നിങ്ങൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത്രയും കാലം ഒരു പ്രോഗ്രാമർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ബൂട്ട് സ്ട്രാപ്പ് ചെയ്യാനുള്ള ആ ഡിഫിക്കൽട്ടി ഓഫ് ദി ബിസിനസ്സിനെ ചൂഷണം ചെയ്തുകൊണ്ട് കുറച്ച് സുഖിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായില്ലേ? അല്ല, പക്ഷെ അതെ, ജനറൽ ക്രൗഡ് ഒരു സ്മാർട്ട് പ്രോഗ്രാമർ സ്റ്റിൽ ഓണ്ടോളജിസ്റ്റുകൾ തന്നെയായിരുന്നു എല്ലാ കോണ്ടാക്റ്റിലും. അതെ. അല്ല, ഇപ്പൊ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഓറിയന്റഡ് തന്നെയായിരുന്നു. സാർവഭൗമിക അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ആക്ടിവിറ്റി ആയി കഴിഞ്ഞപ്പോ ഇപ്പോ ഹെഡ് കൗണ്ട് കൂട്ടാനും വേണ്ടിയും, പിന്നെ എന്താ പറയാ, ഒരു സിസ്റ്റത്തിൽ നല്ല ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു, വിച്ച് മെയ്ഡ് പ്രോഗ്രാമർ ലേസി. അതെടുത്ത് കളയേണ്ടി വരും തീർച്ചയായും. അത് കറക്റ്റ്. അല്ല, അതിപ്പോ ഈ ജനറലിസ്റ്റ് ആവാന്നുള്ളതാണ് ഇന്നും എന്താ പറയാ, ഒരു എക്കണോമിക് ഡിസാസ്റ്റർ പ്രൂഫ് അല്ല, അറ്റ്ലീസ്റ്റ് ഒരു ഇൻഷുറൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ മറ്റേ സ്പെഷ്യലിസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രേറ്ററി ലൈഫ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ സാപ്പിൽ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ ജീവിച്ചാൽ നിങ്ങൾ മിക്കവാറും പട്ടിണി അടക്കും. നിങ്ങൾ മിനിമം ബാംഗ്ലൂരെങ്കിലും പോകണം, വേണ്ടേ? അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ 10 years എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ 1 year എക്സ്പീരിയൻസ് 10 times ഓവറാണ് മിക്കവാറും. അതൊന്നും ഇനി നടക്കൂല. മനസ്സിലായില്ലേ? എനിക്ക് വേണേ സ്പെഷ്യലിസ്റ്റിന് നല്ല അടി കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലേ?
അവരുടെ ഏരിയ ഓഫ് എഫക്റ്റീവ്നെസ് ഷ്രിങ്ക് ആവും ഭയങ്കരമായിട്ട്. പിന്നെ എന്തൊരു വെച്ചാൽ ഇവന്മാരാണ് അധികാരത്തിലിരിക്കണത്. അപ്പൊ ഇവന്മാരെ അത് ആ പവർ പിടിച്ചോണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ബൈ ദ ടൈം ഇത് മാനിഫെസ്റ്റ് ചെയ്യണേക്ക് മുമ്പ് മറ്റേ എന്താ പറയാ സമയമെടുക്കും. അല്ല, ആ ഒരു വിൻഡോ ഉണ്ടല്ലോ, ഏത് ഒരു സാധനം ക്രിട്ടിക്കൽ മാസ് എത്താനുള്ള വിൻഡോ. അപ്പൊ അത് കറക്റ്റ് ആണ്. അപ്പൊ ആർക്കും ആരും മിണ്ടല്ലോ, ആർക്കും മറ്റേ മെഷീൻ ലേണിംഗ് മോഡൽസിനെ ബീറ്റ് ചെയ്യണ്ടേ? അല്ല, ഇതിപ്പോ സംസാരിച്ച് വെച്ചിട്ട് നമ്മ 1 സ്റ്റെപ്പ് അവേ ഫ്രം AI ഡോമിനേഷൻ എന്നാണോ പറഞ്ഞു തന്നെ? അങ്ങനെ പറഞ്ഞില്ല. ഇപ്പൊ ഷോർട്ട് റണ്ണിൽ നമ്മൾ ഇന്നലെ മനസ്സിലായല്ലോ, പ്രോഗ്രാമർ കമ്മ്യൂണിറ്റിക്ക് ഇതൊരു കിടലൻ പാരയാ. ബൂട്ട് സ്ട്രാപ്പ് ടൈം കിട്ടില്ല. അതോടൊപ്പം വെച്ചാൽ പഠിക്കാനുള്ള സമയം കിട്ടില്ല. പണ്ട് ട്രയൽ ആൻഡ് എററിൽ നിങ്ങൾക്ക് കുറെ പഠിക്കായിരുന്നു. ഇപ്പൊ ഫിക്സിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുതരം ആങ്സൈറ്റി ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നണേ. മനസ്സിലായില്ലേ? കുറെ സിമ്പിൾസ് ഇങ്ങനെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, മാത്തമാറ്റിക്സിന്റെ ബുക്ക് നിങ്ങൾക്ക് ഒരാൾ കുറെ വാങ്ങിച്ചു തന്നുകൊണ്ട് നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റുന്നുണ്ടോ? അതേമാതിരിയല്ലേ ഇപ്പൊ കോഡ് വരുന്നത്. ഇവര് ചെയ്യാൻ പോണെന്ന് വെച്ചാല് മോർ ആൻഡ് മോർ മെക്കനൈസേഷൻ കൊണ്ടുവരും. അതായത് ചുറ്റും ടെസ്റ്റ് ഹാർനസ് ഉണ്ടാക്കും. ഇപ്പൊ പ്രോഗ്രാമേഴ്സിനൊക്കെ കൂടുതൽ ടെസ്റ്റേഴ്സ് ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. അതായത് പ്രോഗ്രാമറിന്റെ പേര് മറ്റേ എന്താ പറയാ മാനുവൽ ടെസ്റ്റേഴ്സിനായി മാറും. അതെ, മിഥുന്റെ കമ്പനി സിമിലർ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ഇതിന് വേണമെങ്കിൽ കുറച്ച് വേണമെങ്കിൽ സമ്മറൈസ് ചെയ്യാം. ഇതിന് എന്ന് പറ, ഇപ്പൊ മലയാളം ആയതുകൊണ്ട് നിങ്ങളുടെ ബോസുമാരൊന്നും കേൾക്കില്ല. ഇപ്പൊ ഈ ചർച്ചയിൽ ഇപ്പൊ ഇത്രയും ഇൻട്രസ്റ്റിംഗ് വിഷയമായിട്ട് അധികം ചർച്ച നടക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെറ്റിപ്പോകുന്നുള്ളത് നോക്കരുത് കേട്ടോ, സ്പെക്കുലേറ്റ് ചെയ്യുക. കാരണം നമുക്ക് ആ ബുക്കിന്റെ കണ്ടന്റ് നമുക്ക് ചർച്ച ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് എന്റെ ഹൈപ്പോത്തസിസ്. ശ്രീധർ ഞാൻ എയർപോർട്ടിലാണ്. ഞാൻ ഫുൾ വെക്ടേഴ്സ് ശരിക്കും അങ്ങനെ പിടിച്ചില്ല, അതാണ് ഞാൻ ഒന്നും പറയാത്ത. പക്ഷെ ജനറൽ തീം എല്ലാം ഞാൻ നേരത്തെ സംസാരിച്ചോ. അതെ അതെ. അല്ല, ലാലിലൊന്നും ഇല്ലേ ലാലെ? ഇത് ഇപ്പൊ AI ഡൊമിനേഷൻ വരുമെന്നുള്ളതല്ല, ഡിസ്റപ്ഷൻ ഉണ്ട്. ക്രിയേറ്റീവ് ആവണം എന്നില്ല അത്. ഞാനിപ്പോ പറയണേ, ആ ബുക്കിൽ 7 പോയിന്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ AI ചെയ്യുന്നില്ലേ? അല്ല, AI ചെയ്യുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടെക്സ്ച്വൽ ലെവലിലല്ലേ വരുന്നുള്ളൂ. അല്ല, സിംബോളിക് AI ക്യാമ്പിൽ നിന്ന് കൗണ്ടർ ഉണ്ട്. അതായത് ലാംഗ്വേജിന്റെ ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർട്ടി മാത്രമേ LLMs പഠിച്ചിട്ടുള്ളൂ. റീസണിങ് പ്രോപ്പർട്ടി ഓഫ് ആൻ ഇൻസ്റ്റൻസ് എന്നാണ് പറയണത്. അതായത് അതാത് സ്പെസിഫിക് കോണ്ടെക്സ്റ്റിൽ അത് അതിന് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് പറയണത്. അതായത് പ്രെഡിക്കേറ്റ് ഒക്കെ മാറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാലൊക്കെ ഉള്ള കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ഉണ്ട്, അതിന്റെ റിസൾട്ട്സ് ഒക്കെ ഉണ്ട്. അല്ല, നമ്മ ഇപ്പൊ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് AI ആണല്ലോ ഈ പറയണത്. റീസൺ ചെയ്യാൻ പറ്റുന്ന AIs ഉണ്ടെന്നാണല്ലോ പറയണത്. ഇല്ലല്ലോ. ഇല്ല, റീസണിംഗ് ഇല്ല കേട്ടോ. അല്ല, ChatGPT അല്ല ഞാൻ പറയണത്. ഞാൻ വേറെ ഇതുവരെയായിട്ടും കണ്ടുപിടിച്ചായിട്ട് അറിഞ്ഞൂടാ. ChatGPT ആണ് AI റിസർച്ചിൽ ഏറ്റവും കട്ടിംഗ് എഡ്ജ്. ChatGPT അല്ല, മീനിങ് ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് പ്ലസ് അല്ലല്ല, കോമ്പിനേറ്ററി എക്സ്പ്ലോഷൻ പ്രോബ്ലം NP ഹാർഡൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോ കൊഹറന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ആരും വിചാരിച്ചില്ല ഇത്രയും മാസീവ് ടെക്സ്റ്റ് മറ്റേ കളക്ട് ചെയ്ത് ഇപ്പതേ കേസ് കണക്കുണ്ട്. മറ്റേ കോപ്പിറൈറ്റഡ് ബുക്സ് പബ്ലിക് ഡൊമൈൻ ഇൻഫർമേഷൻ എന്നാണല്ലോ ഇത് വരുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ കമ്പ്യൂട്ടർ ചെസ് വന്നപ്പോ ഇപ്പൊ കാസ്പറോവ് കമ്പ്യൂട്ടറായിട്ട് ചെസ് കളിക്കാന്ന് വെച്ചോ, മുന്നിലുള്ള ആള് ഒരു ഹ്യൂമൻ ആണെന്ന് വെച്ച് കളിക്കണോ, അത് മുന്നിലുള്ള ആളൊരു മെഷീൻ ആണെന്ന് വെച്ച് കളിക്കണം? അത് കളിക്കുന്ന രണ്ടും സ്ട്രാറ്റജി വ്യത്യാസം ഉണ്ടെന്നല്ലേ? അപ്പൊ ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈവൻ കാസ്പറോവ് പോലും മെഷീനാണെന്ന രീതിയിലാണ് കളിച്ചത്. അങ്ങനെയാണ് അയാൾക്ക് 1997 ഒരു അടി പറ്റിയത്. അത് IBM കള്ളത്തരം കാണിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിടികിട്ടിയ
അവരാ എംബാരസ്മെന്റ് ഒഴിവാക്കാൻ വേണ്ടി, കാരണം ഒരു ചെസ്സിന്റെ ഒരു മാച്ചിന് വേണ്ടി IBM അതിന്റെ റെപ്യൂട്ടേഷൻ കളയുമല്ലോ. അല്ല അപ്പൊ ഇത് ഇപ്പൊ ഞാൻ പറയണ വെച്ചാല് നിങ്ങളുടെ മോഡസ് ഓപ്പറാൻഡി അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ആക്ച്വലി പാസ്റ്റ് ലേണിംഗ് അതെങ്ങനെ എൻഹാൻസ് ചെയ്ത് അത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരുടെയും കൺസേൺ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീജിത്ത് എന്ത് പറയുന്നു? അതെ അതെ, അതങ്ങനെ തന്നെയാണ്. അതായത് എൻഹാൻസ്, പിന്നെ നമുക്കത് എങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യാന്ന് കൂടി ഞാൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതായത് അല്ല അത് കോംപ്ലിമെന്റ് ചെയ്യാന്ന് എല്ലാവരും അത് എന്തായാലും ചിന്തിക്കണം. അതൊരു ഗിവൺ ആണ്, മനസ്സിലായില്ലേ? പക്ഷേ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ എല്ലാം ത്രോ അവേ ചെയ്ത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ എന്റെ മുന്നിലുള്ള ചോദ്യം പറഞ്ഞുതരാം. എന്റെ C++ നോളജ് ഞാൻ എന്ത് ചെയ്യും? ശ്രീജിത്തെ, അത് ഞാൻ പരിപോഷിക്കണോ? സിജിയുടെ അത് പ്രാക്ടിക്കൽ നോളജ് സിജിയുടെ കയ്യിൽ. അല്ല അത് ഞാൻ പറയണ പോയിന്റ് എന്ന് വെച്ചാല് അതേമാതിരി ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന നോളജ് ഈ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിന് യൂസ്ഫുൾ അല്ലെങ്കിലും നിങ്ങളെ അവിടെ ബ്രേക്ക് ആവുന്നു ശ്രീജിത്തെ. ശ്രീജിത്തെ അല്ല ഞാൻ പറഞ്ഞതേ, പ്രാക്ടിക്കൽ കേൾക്കുന്നുണ്ടോ? ഹലോ, പറഞ്ഞു. അല്ല, പ്രാക്ടിക്കലായിട്ട് പ്രൊസീജിക്ക് അറിയുന്ന നോളജ് അത് പ്രൊസീജിയുടെ കയ്യിലാണല്ലോ. പിന്നെ അത് കമ്പൈൻ ചെയ്തിട്ട് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതായത് എനിക്ക് ചെയ്യാൻ ഉള്ള അത് മെഷീനോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പുതിയൊരു ഇത് തുടങ്ങുമ്പോ എനിക്കത് കിട്ടില്ലല്ലോ എന്ന് ഞാൻ പറയണത്. അതെ അല്ല അപ്പൊ അവിടെയാണ് ഇതിന്റെ കാര്യം. ഇപ്പൊ AI വിൽ റീപ്ലേസ് ലോട്ട് ഓഫ് ഹ്യൂമൻസ്, ബട്ട് ഈ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻസ് എക്സ്പീരിയൻസ് കൂടുമ്പോൾ പ്രൊപ്പോർഷണലിറ്റി കൂടേണ്ടതാണ്. അങ്ങനെ കൂടാത്തവർക്കാണ് ഷോർട്ട് റണ്ണിൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. അവർക്ക് അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യലി, എക്കണോമിക്കലി, പൊളിറ്റിക്കലി നിങ്ങൾ അഫക്ട് ചെയ്യും. ഈവൺ ഇഫ് യു ക്യാൻ ആക്ച്വലി ഓവർകം ഇറ്റ്. അതാണ് നമ്മുടെ ചലഞ്ചിൽ അല്ലേ ഇവിടെ കിട്ടിയ. ഇത് വേറെ പ്രശ്നങ്ങൾ വരില്ലേ? അതായത് ഇപ്പൊ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കണതൊക്കെ AI അഫക്റ്റ് ചെയ്യുമെങ്കിൽ നമ്മുടെ പ്രപ്പോസൽ ത്രൂ ആവും എന്നുള്ളത് ഒരു ഉറപ്പില്ലല്ലോ, ഈവൺ സുപ്പീരിയർ ഐഡിയ ആണെങ്കിൽ പോലും. അതെ അല്ല ഇപ്പൊ ഇവൻച്വലി ദറ്റ് കറക്ഷൻ വിൽ കം. ഇതിപ്പോ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ വന്നപ്പോ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒറ്റയടിക്ക് അടിച്ചു പോയെങ്കിലും കുറെ കാലം ഉണ്ടായില്ല. അതേമാതിരി ഒരു പ്രശ്നം ട്രഡീഷണൽ പ്രോഗ്രാമിങ്ങിന് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാ. അപ്പൊ ആ ട്രഡീഷണൽ പ്രോഗ്രാമിംഗ്, അപ്പൊ നമുക്ക് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഓട്ടോമേഷൻ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ആ ഒരു സ്പേസിൽ ഒരു സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ ചിലപ്പോൾ സിസ്റ്റത്തിൽ അസിമെട്രി ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ആ അസിമെട്രി AI ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ അടുത്തത് ആലോചിക്കേണ്ടത്. ഇപ്പോ മെഷീൻ ലേണിംഗ് ഇതിനു മുമ്പ് ഇപ്പൊ എന്ന് പറയും, ഇപ്പൊ 2017 മറ്റേ ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് കണ്ടുപിടിക്കുകയും 2020 ഇതിന്റെ അലൈവലികൾ അപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും പൈസ മുടക്കി ഒരു ലാർജ് നെറ്റ്വർക്ക് ട്രെയിൻ ചെയ്യാൻ ആരും ധൈര്യം കാണിച്ചില്ല. അതൊരു ക്വാസി റിസർച്ച് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ക്വാസി കമേഴ്ഷ്യൽ ഓർഗനൈസേഷനായി OpenAI കമേഴ്ഷ്യലായി കാണിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സിറ്റുവേഷൻ എമർജ് ചെയ്തത് ഇവിടെ കിട്ടിയ. അത് അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ഈ ചർച്ചയില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇന്നലത്തെ ചർച്ചയില്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും വരണടുത്ത് വെച്ച് കാണാന്നുള്ളതായിരുന്നോ? എങ്ങനെയായിരുന്നു അതിന്റെ സ്ട്രാറ്റജി? അല്ല, ഇപ്പോഴത്തെ കേസിൽ സ്പെക്കുലേറ്റ് ചെയ്യാൻ ഒരു പരിധിയില്ലേ? അതായത് വരുന്ന ഡിസ്ട്രപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ChatGPT കുഴപ്പമില്ല,
ഒരു നെക്സ്റ്റ് വെർഷൻ വരുമ്പോഴുള്ള ഡിസ്ക്രിപ്ഷൻ ഏത് രീതിയിലായിരിക്കും അല്ല നമുക്ക് സ്പെക്കുലേറ്റ് നെക്സ്റ്റ് ചെയ്യാൻ അല്ല ബുദ്ധിമുട്ടല്ലേ? അല്ല അവിടെ ഒരു ഞാൻ പറഞ്ഞ വെച്ചാൽ അവിടെ അങ്ങനെ ഒരു സാധനം ഇപ്പൊ കണ്ടുപിടിച്ചിട്ടില്ല. കാരണം ഇത് നടക്കുന്നത് ഈ ബ്രൂട്ട് ഫോഴ്സ് ആയിട്ട് ടെക്സ്റ്റിന്റെ എസെൻസ് കോർപ്പസ് ഒരു നെറ്റ്വർക്കിൽ ക്യാപ്ചർ ചെയ്തിട്ട് അതിന്റെ മുമ്പിൽ പ്രീ പ്രോസസിങ്ങും പോസ്റ്റ് പ്രോസസിങ്ങും വെച്ചിട്ടാണ് ഈ എല്ലാം കാണിക്കുന്നത്. മനസ്സിലായില്ലേ? അത് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ സഹായിയാവുന്നതിനപ്പുറത്തേക്ക് വരുന്നില്ല. നിങ്ങൾക്ക് അത് വെച്ചിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ അത് ഫൈനലി മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഇത് വെച്ച് പഠിക്കാൻ കഴിവുള്ളവർക്ക് പൊളിറ്റിക്കൽ ചാലഞ്ചസ് ഉണ്ടാവും. ഇൻ ഓർഡർ ടു ഓപ്പറേഷനലൈസ് സംതിങ് എപ്പോഴും റെലവൻസ് ഉണ്ടാവണമെന്നില്ല. ഇവിടെ കിട്ടിയ ഇതില് പക്ഷേ ഈ റീസണിങ് കേപ്പബിൾ ആയിട്ടുള്ളത് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. ഞാനത് അല്ല അത് വെറുതെ പറയണതാ. അങ്ങനെ ഗ്രൂപ്പിലിട്ടു, ഒരു പക്ഷെ സാധനം അതിന്റെ ഇല്ല. ഡീറ്റെയിൽ കാരണം അറിയില്ല. അല്ലല്ല അതിപ്പോ നമ്മള് ഇപ്പൊ ഈ പെട്ടെന്ന് ബർട്ടും ലാംബർട്ടും അങ്ങനെ സാധനം അത്രയ്ക്ക് ഇമ്പാക്ട് എങ്ങനെ ഉണ്ടാക്കിയെന്ന് അന്വേഷിച്ച് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യാലോ. അങ്ങനെ ക്ലബ് ഹൗസിൽ ചർച്ച നടത്തിയപ്പോഴാണ് ഓക്കെ ഈ LLMs-ന്റെ കാര്യങ്ങൾ പുറത്തേക്ക് വന്നത്. പിന്നെ ഞാൻ കുറച്ച് മെഷീൻ ലേണിംഗ് സ്ട്രീറ്റ് ടോക്കോ അതിലൊക്കെ ഞാൻ കണ്ടിരുന്നു. പിന്നെ ഈ ടെൻസർ ഫ്ലോ കേറസ് ലൈബ്രറി ഇംപ്ലിമെന്റ് എഴുതിയ ആളുണ്ട്, ഫ്രാൻസ്വാ ഷോലെ. അയാള് പിന്നെ ഗുഡ് ഓൾഡ് ഫാഷൻ AI ആൾക്കാരും ചാറ്റ്ജിപിയുടെ ഈ ബ്രൂട്ട് ഫോഴ്സ് നേച്ചറും ഇതിനെക്കുറിച്ച് ചർച്ച വന്നപ്പോ ഇതുവരെയായിട്ടും ഇപ്പൊ പിന്നെയുള്ളത് ബേസിയൻ മോഡലാണ്. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ഇവിടെ. അപ്പൊ ആ രീതിയിലുള്ള ഒരു സാധനം വരാൻ ചാൻസ് ഇല്ല, ഇപ്പൊ ഇല്ല. പിന്നെ ഓഫ് കോഴ്സ് കോമ്പിനേഷൻ സ്കിൽ ഡസ് മാറ്റർ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈസ്റ്റേൺ ലിറ്ററേച്ചർ ഒന്നും ഇതിൻ്റെ ഉള്ള കണക്കിലെടുത്തിട്ടില്ല. അപ്പൊ ഇതിന്റെ ഇമ്പാക്ട് ചിലപ്പോ സയന്റിഫിക് ആൻഡ് എഞ്ചിനീയറിംഗ് ലെവലിലോട്ട് ചുരുങ്ങാലോ. ഓർ പ്രിസ്ക്രിപ്റ്റീവ് ഇതൊക്കെ വരുമ്പോ എന്ത് ചെയ്യും? പിന്നൊരു കാര്യമുണ്ട്, അതായത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ട്. ഈ പ്രിസ്ക്രിപ്റ്റീവ് എന്താ അതിന്റെ അർത്ഥം? ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞത് എങ്ങനെയാ? ഓക്കെ, നമുക്ക് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഒരു റൂൾ ബേസ്ഡ് രീതിയാ. അല്ല, ഞാൻ പറയാണ് ഓക്കെ ഈ സിസ്റ്റം നല്ല വേരിയബിലിറ്റി വേണം. അപ്പൊ നമുക്കൊരു പ്ലഗബിൾ ആർക്കിടെക്ചറും ഒരു സ്ക്രിപ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറും ഒരു ബ്രിഡ്ജും ഉണ്ടാക്കണം. അതായത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വരുമ്പോഴൊക്കെ പ്രശ്നമാവില്ലേ? ആ ഡിഫറെന്റ് ചോയ്സസിൽ എന്ത് ചോയ്സ് എടുക്കുന്നുള്ളതല്ലേ? അതെ അതാണോ? അതെ അതെ ഓക്കെ, അത് ടൈറ്റ് ആണല്ലേ? അതെ ടൈറ്റ് അല്ലെ. ഇതിനെ കൂളായിട്ട് കാരണം അപ്പൊ അവിടെ കോണ്ടെക്സ്റ്റൽ ഇൻഫർമേഷൻ പിന്നെ നമ്മൾ ചിലപ്പോൾ ബെറ്റും ചെയ്യും അല്ലെ? ഒരു ഹ്യൂമൻ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ബെറ്റും ചെയ്യും. അല്ല ഇത് എന്താന്ന് അറിയാമോ? ആൾക്കാരുടെ കണ്ണിൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് ടു അപ്ലൈ സംതിങ് എന്നാണ് ഒരു ധാരണയുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ഈ നോളജ് റെവല്യൂഷൻസിനെ ഓവർകം ചെയ്യണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലിമിറ്റ്സ് പോയി പഠിക്കുക ആദ്യം. ഞാനൊരു പണ്ടൊരു ആർഗ്യുമെന്റ് ഉണ്ടാക്കിയതാ. അതായത് NP ഹാർട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഈ AI മോഡൽസിന് സാധിക്കില്ല എന്ന് മനസ്സിലായ ഡിറ്റർമിനിസ്റ്റിക്. അപ്പൊ അങ്ങനത്തെ ഫണ്ടമെന്റൽ ലിമിറ്റ്സ് വേൾഡിനുള്ളപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മെഷീൻ മോഡല് ബ്രൂട്ട് ഫോഴ്സ് വെച്ചിട്ട് നിങ്ങളെ പല സ്ഥലത്ത് തോപ്പിക്കാം. പക്ഷെ അല്ലെങ്കിൽ വേണ്ട, ഒരു ആവറേജ് ആൾക്ക് വന്ന് ഈ മോഡൽ വെച്ചിട്ട് സ്മാർട്ട് ആള് വിത്ത് മോഡലിനെ തോപ്പിക്കാൻ പറ്റില്ല. എന്ത് പറയുന്നു AI പ്ലസ് അപ്പൊ അവിടെ ആ ഡിഫറൻസ് വീണ്ടും ഹ്യൂമൻസിന്റെ ഇടയിൽ വരും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ മോഹൻലാലിനെ ചൊറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മോഹൻലാൽ ഒരു ആവറേജ് ആക്ടറാണ്. തമിഴ് നടൻ വിജയകാന്തിന്റെ അത്രയും നല്ല ആക്ടർ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സകല മനുഷ്യനും മൂഡ് ഔട്ടായി അവിടെ ഇരിക്കും. ഇപ്പൊ ഒരു പബ്ലിക് ഫോറത്തിലാ പറയണമെങ്കിൽ നിങ്ങളെ തല്ലിക്കൊല്ലും.
അപ്പോ അപ്പൊ ആ ഇമോഷണൽ കാര്യങ്ങളൊക്കെ വരുമ്പോ ദർ ഈസ് ആക്ച്വലി എന്താ പറയാ ഹ്യൂമൻ ഫാക്ടേഴ്സ് വിൽ കം ഇൻ ടു പിക്ചർ എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെയല്ല, പണ്ട് തിരുവനന്തപുരത്ത് ഒരു കമ്പനിയിൽ ഞാൻ വിജയകാന്തിനെയും മോഹൻലാലിനെയും തമ്മിൽ കമ്പയർ ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ ചുറ്റും 20 പേര് വന്നെന്ന്, കസേരയെന്നൊക്കെ എണീറ്റ് വന്ന ആൾക്കാർ. ഇവിടെ കിട്ടിയ അതെനിക്കൊരു ഭയങ്കര ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഞാൻ വിജയകാന്തിന്റെ ഒരു എന്താ പറയാ നല്ല ആരാധകനാ. ഞാൻ അയാളുടെ സിനിമകളെല്ലാം കാണുന്നതാണ്, മിക്ക സിനിമയും കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞ കാര്യമാണ് തമിഴന്മാർക്ക് വിജയകാന്ത് എന്ന് പറഞ്ഞത്. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിന് തിരുവനന്തപുരത്തെ അപമാനിച്ചു എന്ന് വരെ പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ കണക്കിലെടുക്കുക? ഇങ്ങനത്തെ കാര്യം വരുമ്പോൾ ശ്രീത്ത് എന്താണ് ഇതാണ് എൻഗേജ് വിത്ത് മീ പറയും കോൺട്രപ്ഷൻ ഇതെന്ത് ചെയ്യും? അല്ല അപ്പൊ നമുക്ക് അല്ല പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരുമെന്ന് വീണ്ടും മനസ്സിലായില്ലേ? പക്ഷെ മെഷീൻ ഇതിനൊന്നും ചെയ്യില്ലല്ലോ, അതൊരു ഒപ്പീനിയൻ പറഞ്ഞാൽ പോരല്ലോ. അല്ല ഇപ്പൊ ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ശരാശരി ക്രിസ്ത്യാനിനെ മൂടോട്ടാക്കാൻ ഒന്നുമില്ല. ഉമ്മൻചാണ്ടി ഒരു അഴകി ഒരു എന്തിന് ഇപ്പൊ നിവിൻ പോളിയുടെ പേരിൽ ലൈംഗിക വിവാദം വന്നപ്പോ ഞാൻ പറഞ്ഞ അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞപ്പോ എന്റെ എല്ലാ ക്രിസ്ത്യൻ ഫ്രണ്ട്സും അപ്സെറ്റ് ആയി. അപ്പൊ അവരെന്നെ പഠിപ്പിക്കണം. ഇത് പണ്ട് മതേരത്വം പറഞ്ഞത് കോയമാരെ ആളെ പെടുത്തുന്നതാണെന്ന്. ഇവിടെ കിട്ടിയ അപ്പൊ അപ്പൊ ഇതാണ് അതിന്റെ കാര്യം, മനസ്സിലായ? അപ്പൊ ഏതാ മെഷീൻ ആയാലും എന്ത് ചെയ്യും നമുക്ക്? അപ്പൊ ഇപ്പൊ AI അയാൾക്കും ഇപ്പൊ ഞാൻ പറയട്ടെ, AI ഇനിയിപ്പോ ഞാൻ വേറെ രീതി പറഞ്ഞുതരാം. എത്ര നല്ല മോഡൽ ഉണ്ടായാലും പബ്ലിക് ഡൊമൈൻ AI മോഡൽസ് ഇന്റർപ്രറ്റ് ചെയ്യാൻ അറിയാവുന്നവന് അപ്പോഴും റിലേറ്റീവ് എഡ്ജ് ഉണ്ടാവുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചിലപ്പോ എന്ത് പറ്റുമെന്ന് വെച്ചാല് മോഡസ് ഓപ്പറാൻഡി ചേഞ്ച് ചെയ്യേണ്ടി വരും. പണ്ടത്തെ മാതിരി ഒളിച്ചിരിക്കാനൊന്നും പറ്റില്ല. അക്കൗണ്ടബിലിറ്റി കൂടും. അക്കൗണ്ടബിലിറ്റി കൂടി കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് നല്ലൊരു പ്രൊഫഷൻ ആണോ? ഇപ്പൊ പ്രോഗ്രാമിംഗിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താ? വെള്ളിയാഴ്ച വൈകുന്നേരം മെഷീനിൽ നിന്ന് കൈയെടുത്താൽ പിന്നെ തിങ്കളാഴ്ച അത് ടച്ച് ചെയ്താൽ മതി. നിങ്ങൾ എക്സിക്യൂട്ടീവ് റോൾ അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ കയ്യിൽ ആക്സിലറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ 8 ദിവസം കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്ന ജോബ് ഇത് നിങ്ങളിപ്പോൾ 2 ദിവസം കൊണ്ട് സോൾവ് ചെയ്തിട്ട് 4 ദിവസം നിങ്ങൾക്ക് വർക്ക് ചെയ്യണവരെ അഭിനയിച്ച് ജീവിക്കാം. ആ അഡ്വാൻറ്റേജ് ഒക്കെ പോയി കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ പിന്നെ പ്രോഗ്രാമിംഗിൽ തുടരേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ അതിന്റെ ഒരു ഇത് പറയട്ടെ, ഇനിയിപ്പോ ഈ AI എന്തോരം പേര് യൂസ് ചെയ്യണോ അതിനനുസരിച്ച് മണ്ടനെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വരില്ലേ? അങ്ങനെ വരേണ്ട ആവശ്യമുണ്ട്. അവിടെയാണ് അവിടെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും AI പ്രശ്നമാണ്. അതായത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ പലപ്പോഴും ഒരാള് വിക്കിപീഡിയ വായിച്ച് വരികയാണോ അയാൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് അത്യാവശ്യം ഫെമിലിയർ വിഷയത്തിൽ എത്ര 30 സെക്കൻഡിനുള്ളിൽ മനസ്സിലാവില്ലേ? അതെ, പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും അല്ല അപ്പോ നിങ്ങൾ പൊളിറ്റിക്കലി അത് ചലഞ്ച് ചെയ്യാറില്ല. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് എതിരാണ് അത് ചലഞ്ച് ചെയ്യുന്നത്. ഇത് ചെയ്തൊന്നും നോക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അത് ആഡ് ഹോമിനുമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യില്ല ഇവിടെ. അപ്പൊ എന്ത് ചെയ്യും? പക്ഷെ അവിടെ നിങ്ങൾ ഡയർ ചെയ്തെന്ന് വെച്ച് ചോദിക്കുക, നിങ്ങൾ ജയിക്കോടെ ആർഗ്യുമെന്റ്. ശരിക്കും ഇത് ഒരു എന്താ പറയാ, ഒരു സംഭവത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാള് അതിനെക്കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കുകയും അത് എക്സിക്യൂട്ട് ചെയ്യാൻ ചെയ്യുവാണെങ്കിൽ ഈവൻ കമ്പനിയുടെ എക്സിസ്റ്റൻസിനെ തന്നെ ബാധിക്കാവുന്ന കാര്യം. അല്ല അതുകൊണ്ട് ഇന്നലെ നമ്മൾ സംസാരിച്ചേ ഏയുടെ 80% ഫാസ്റ്റ് ആയിട്ട് ബൂട്ട് സ്ട്രാപ്പ് ചെയ്തു. ലാസ്റ്റത്തെ 20% എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ വരുമ്പോ ഈ വറി വരുന്നത് അവിടെയാണ് ഞാൻ ഇതിന്റെ കാര്യം. അതായത് എനിക്ക് തോന്നണില്ല ഇപ്പൊ നിങ്ങൾക്ക് എത്ര ഇൻഫർമേഷൻ കിട്ടിയാലും ഒരു ലീനിയർ ആൾജിബ്ര പഠിക്കാതെ അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുമോ?
നിങ്ങൾക്ക് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ ചെയ്യേണ്ട ടാസ്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇത് ഹ്യൂജ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യും. അവിടെ ഒരു രക്ഷയില്ല. അതായത് ബൂട്ട് സ്ട്രാപ്പ് ചെയ്യുന്ന സ്ഥലത്തും മറ്റിടത്തൊക്കെ ഈ സാധനം കയറും. അപ്പൊ അങ്ങനെ വരുമ്പോ പ്രോഗ്രാമിംഗ് ഈ കാണുന്ന രീതിയിൽ ആ ഇൻഡസ്ട്രിയിൽ കുറെ ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടും എന്നുള്ളതൊക്കെ എഗ്രി ചെയ്യുന്നു. അത് ഒരു ഡൗട്ടും ഇല്ല. വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദ റെസ്റ്റ്. ഇപ്പൊ അധികാരത്തിലിരിക്കുന്നതും മിഡിൽ മാനേജ്മെന്റിൽ ഇരിക്കുന്നവർക്ക് ഇത് ചെയ്യണമല്ലോ. ഇനിയിപ്പോ പുതിയ ആൾക്കാർ IT ഇൻഡസ്ട്രിയിലേക്ക് വന്നില്ല എന്ന് തന്നെ വിചാരിക്കുക, അല്ലെങ്കിൽ തോത് പറയുമല്ലോ എന്തായാലും ഷുവറായിട്ട്. പക്ഷെ ഇപ്പൊ അത്രയും കുട്ടികളില്ല ഇപ്പൊ, അത് വേറെ ആളാണ്. ഞാൻ മനസ്സിലായി. കാരണം ഈ വേൾഡിൽ പുതിയ ചലഞ്ചസ് വരുമ്പോ ഈ പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താന്ന് വെച്ചാൽ അത് ലോങ് റൺ. ഷോർട്ട് റണ്ണില് ഇപ്പൊ ഞാൻ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പ്രശ്നം എന്താ വെച്ചാല്, ഒരു ChatGPT ഞാൻ ഉപയോഗിക്കണേക്കാൾ മുമ്പ് ഇപ്പൊ എനിക്ക് .NET അറിയാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഡെയിലി .NET ചെയ്യണവൻ എന്നെയൊക്കെ കൂടുതൽ അറിയാന്നൊക്കെ ഞാൻ പറയുന്നത്. ഞാനിപ്പോ പറയില്ല, ഞാൻ ഇപ്പൊ ഒന്ന് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ അത് റിസ്ക് അല്ലേ ഇപ്പൊ .NET ഫ്രട്ടേണിറ്റിയില് നിൽക്കുന്ന ആൾക്കാർക്ക്? പണ്ട് ഞാൻ പൊളിറ്റിക്കലി ഇത് ഞാൻ കൂളായിട്ട് ഇത് ചെയ്യും. ഐ ഹാവ് റിട്ടൺ ബുക്സ് ഓൺ .NET. ഞാൻ 10-15 കൊല്ലം .NET വർക്ക് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യണമെന്നുള്ളത് എനിക്ക് പറയാം. അതായത് 15 14 കൊല്ലം, അതായത് 2002 ബേസ് ലൈൻ വെക്കണമെങ്കിൽ .NET കോറിൽ ഞാൻ കയറിയില്ല ഫോർ സം റീസൺ. ബട്ട് ഐ വാസ് കീപ്പിംഗ് ട്രാക്ക് ഓഫ് ദിസ് തിങ്. പക്ഷെ ഇപ്പൊ എനിക്ക് .NET കോറിലൊക്കെ എനിക്ക് കയറാൻ പറ്റി താങ്ക്സ് ടു ChatGPT. അപ്പൊ ആ റിസ്ക് ഉണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ എന്ത് പറ്റുമെന്ന് വെച്ചാല്, ഈ ഇംപ്ലിമെന്റേഷൻ ഡിഫിക്കൽട്ടി വെച്ചിട്ട് എന്റെ അടുത്ത് പൊളിറ്റിക്സ് കളിച്ച ആൾക്കാരുടെ പൊളിറ്റിക്സ് ഇപ്പൊ തെറിച്ചു പോയാ ഇവിടെ കിട്ടിയ. അപ്പൊ അവിടെയാണ് ആ ലോജിക്കൽ ടു ഫിസിക്കൽ അപ്രോച്ച് ക്യാൻ ഗീവ് യു സം കൈൻഡ് ഓഫ് എൻ ഇൻഷുറൻസ്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആൾ ഓഫ് എ സഡൻ നിങ്ങൾ IT എങ്ങനെയാണോ കണ്ടിരുന്നത് അതല്ലാതാവുകയാണ്. പറയത്തക്ക ബെനിഫിറ്റും ഇല്ല. അതാണ് ഈ ടെക്നോളജി ഉണ്ടാക്കുന്ന ഒരു ചലഞ്ച്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഇനി ഇതിലിട്ട് കണ്ടുപിടിക്കപ്പെടില്ല. ഇപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നറിയോ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റും താൻ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും തന്നെ. പക്ഷെ അങ്ങനെയല്ല. ആ ഫീൽഡിന്റെ എവല്യൂഷനിൽ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ടിന്റെ സൊല്യൂഷൻ ഡൊമൈനിലുള്ള തോട്ട് പ്രോസസ് എന്നാണ് ഈ പറയുന്നത്. ഞാൻ പിന്നെ 1.5 കൊല്ലം, 1 കൊല്ലത്തോളം 1.5 കൊല്ലം ഞാൻ ഈ റിസർച്ച് നടത്തി. അതായത് എനിക്ക് ഇതുള്ള കുറച്ച് ആൾക്കാരുടെ അടുത്ത് അതിന്റെ എക്സ്റ്റെൻസീവായിട്ട് പ്രോംപ്റ്റ് എഞ്ചിനീയർ ചെയ്യാൻ പറഞ്ഞ് ഒരു റിയലിസ്റ്റിക് സെൻസിൽ 2 രീതിയുണ്ട് അവിടെ. ഒരു റിയലിസ്റ്റിക് ചലഞ്ചും ഉണ്ട്, വേറെ സെമാൻറ്റിക്സും. പിന്നെ ഒരാളെ വേണോ? അതായത് ക്യാവോസ് ഉള്ള സ്ഥലത്താണ് നല്ല കൺസൾട്ടൻസിന് സ്പേസ് ഉള്ളൂ. അപ്പൊ ഇത് ഒരു സ്ഥലത്തെ ക്യാവോസ് കുറയ്ക്കുമെന്ന് വെച്ചോ. ആൻഡ് ഇപ്പോ എന്താ പറയാ, ഒരു മോർ മുണ്ടൈൻ നേച്ചറിലോട്ട് വർക്ക് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് എന്നെ അഫക്ട് ചെയ്യും തിരിച്ച്. ഇവിടെ കിട്ടിയ അപ്പൊ ഇങ്ങനത്തെ ചലഞ്ചസ് വരും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ പുതിയ ടെക്നോളജി വരുമ്പോഴും ഇപ്പൊ ഡാറ്റ കംപ്രഷൻ, സംതിങ് വിച്ച് ഐ ലേൺഡ് വിത്ത് പെയിൻസ്റ്റേക്കിംഗ്ലി 1 ഇയർ ഒക്കെ ഇരുന്നാൽ ഞാൻ കുറെ ആൾക്കാർ ദിവസം പഠിച്ചത്. ഓൾ ഓഫ് എ സഡൻ ZLib എന്നുള്ളൊരു ലൈബ്രറി വന്നു. അപ്പൊ എന്റെ ആ ഇൻവെസ്റ്റ്മെന്റ് പോയൊന്നുമില്ല. കാരണം അത് പഠിച്ചപ്പോ ബെറ്റർ പ്രോഗ്രാമറായി, ബിറ്റ് ഫിഡിൽ ചെയ്യാൻ പഠിച്ചു, ഇൻഫർമേഷൻ തിയറിറ്റിക് കൺസെപ്റ്റ്സ് പഠിച്ചു, മറ്റ് ലിറ്ററേച്ചർ വായിക്കാനൊക്കെ എനിക്ക് ഗുണം ചെയ്തു. അതേമാതിരിയുള്ള ഒരു ഗുണം ഉണ്ടാവും. പക്ഷെ എനിക്കൊരു ഡാറ്റ കംപ്രഷൻ എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണെന്ന് പറഞ്ഞിട്ട് ഒരു തൊഴിലുണ്ടാക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഒരു അടിയില്ലേ, അതെങ്ങനെ മറികടക്കാൻ പറ്റും? അത് അപ്പൊ മെഷീന്റെ ലിമിറ്റ്സ് പഠിക്കുകയും ഈ മോഡൽസ് എന്തൊക്കെ ചെയ്യും, ഇതിന്റെ ഡിഫിക്കൽട്ടി എന്താണെന്നും, ഈ എന്താ പറയാ അപ് ഫ്രണ്ട് സേവിങ് ഡൗൺ സ്ട്രീമിൽ ലോസായി മാറാലോ.
അല്ല അതാ ഞാനിപ്പോ പല സ്ഥലത്തും ഈ പ്രൊഡക്ട് മാനേജേഴ്സും ഈ പ്രോഗ്രാം മാനേജേഴ്സും ഒക്കെ ആർക്കിടെക്ടിനെ കൊണ്ട് സംസാരിക്കുന്ന കുഴപ്പമില്ല, അവര് സംസാരിക്കുള്ളൂ. ഇപ്പൊ ഞാൻ ഒരാളുടെ അടുത്ത് പറയണത്, ഒരാൾക്ക് ഇന്ന കാര്യങ്ങൾ അറിഞ്ഞൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കലി കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കും, എന്നെ ആൾക്കാർക്ക് ആഡ് ഹോമിനും ചെയ്യാം. പക്ഷെ യാഥാർത്ഥ്യം അവിടെ ഉണ്ടല്ലോ, അയക്കാൻ വിവരില്ല എന്നുള്ളത്. അതെന്ത് ചെയ്യും? പണിയാണ്. അപ്പൊ അതാണ്. അപ്പൊ ഇപ്പൊ ഒരു വിൽ ഡിസ്ട്രോയ് എവറിത്തിങ് എന്ന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരും എഐക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഇരിക്കുന്ന കുറെ ആൾക്കാരും ഒരു ഇൻഫോംഡ് അല്ലാതെ റീസണിങ് ചെയ്യുമ്പോ പ്രസ്സിലും ഒക്കെ അതല്ലേ റിഫ്ലക്ട് ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ. അപ്പൊ ഐ തിങ്ക് ഇതിനെ രാഷ്ട്രീയ ഇപ്പൊ പണ്ട് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് ഇനി അല്ലെങ്കിൽ മറ്റേ സൈബോർഗ് ആവണോ, ഇതൊക്കെ പണ്ട് പോപ്പും മറ്റവരൊക്കെ ഈ എന്താ പറയാ അവരൊക്കെ പറയുന്ന, അവർക്കൊക്കെ ഒരു പ്രസക്തി ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. ഏത് ഗവർണൻസ് ബോഡിയിലേക്ക്. അപ്പൊ ഇതൊന്നും വന്നില്ല. ഇപ്പൊ അങ്ങനത്തെ ഒരു അവർക്കൊന്നും ആ അതോറിറ്റി ഇല്ലല്ലോ. ഇന്റർനെറ്റ് വന്നു അപ്പൊ ഇതെങ്ങോട്ട് പോകുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു മോറൽ കോമ്പസ് ഇല്ല ഇപ്പൊ, അല്ലെങ്കിൽ അതിന് ഒരു ഗ്രേ ഏരിയ ഇല്ലേ? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ, ചർച്ചിന്റെ പവറും കാര്യങ്ങളൊക്കെ പോയി. റെഗുലേറ്റ് ചെയ്യണം, അവരെല്ലാണുള്ള ഇപ്പൊ പവറുള്ള തോക്കുള്ളത്. പക്ഷെ അവിടെയും പ്രോബ്ലം ഉണ്ട്. കാരണം അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റിനെ പവർ ചെയ്യുന്ന കമ്പനികൾ തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റേഴ്സ്. അപ്പൊ അൺകൺട്രോളബിൾ വേ അല്ലേ ഇപ്പൊ ഓരോ വ്യക്തികൾ. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ? ഇപ്പൊ പേഴ്സണൽ ലെവലില് ഞാൻ നാട്ടിലുള്ള ആൾക്കാരുടെ എന്താ പറയാ പല കാര്യങ്ങൾ പഠിക്കാനുള്ള ഡിഫിക്കൽട്ടിയോ ചില കാര്യങ്ങളുടെ അറിവില്ലായ്മ എനിക്ക് വളരെയേറെ എന്താ പറയാ ഗുണകരമായിട്ടുണ്ട്. അതിനൊരു ചലഞ്ച് വരുമെന്ന് നോക്കിയിട്ട് ഞാൻ കാണുന്നില്ല. അല്ലെ, ചെയ്യുന്ന ആക്ഷനിലെ മാറ്റുള്ളൂ, ഇന്റലക്ച്വലി ആൾ ട്രാൻസ്ഫോം ചെയ്യുന്നില്ല. അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കൊരു പേടിയില്ല. ഓൾഡ് റൂൾ വിൽ ബി റോൾ. പക്ഷേ എങ്കിലും സമൂഹത്തിൽ വരുന്ന ചേഞ്ച് നിങ്ങളെ സോഷ്യൽ ക്യാവോസും മറ്റേതും ഒക്കെ എന്ത് ചെയ്യും? അപ്പൊ ഇതൊരു പേഴ്സണൽ ഇപ്പൊ ശ്രീത്ത് പറഞ്ഞ മാതിരി AI പ്രൊഡക്റ്റിൽ എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യണേ അതർ ദാൻ ഡെവലപ്പർ പ്രൊഡക്ടിവിറ്റി. ഇനി അതാണ് മറ്റേ അടുത്ത നെക്സ്റ്റ് ഹോളി ഗ്രേയില്. ഒന്നും വന്നതായിട്ട് കണ്ടിട്ടില്ല. ഇപ്പൊ ബ്ലോക്ക് ചെയിൻ വെച്ചിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിന്റെ കഴിഞ്ഞല്ലോ, നെക്സ്റ്റ് തിങ് എന്നുള്ള അപ്പൊ ഇപ്പൊ ഇപ്പൊ നമുക്ക് ഈ പുസ്തകം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇത് ചലഞ്ച് ചെയ്യണം നിങ്ങൾ, എന്നാലേ ആ ഒരു നമുക്ക് ഇതിന്റെ ന്യൂആൻസസിലോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഹ്യൂമൻ ഇഷ്യൂസ് ആർ സ്റ്റിൽ ഹ്യൂമൻ ഇഷ്യൂസ്. അപ്പൊ അതുകൊണ്ടാണ് ഇതുകൊണ്ട് ആരെങ്കിലും കുറെ ആൾക്കാർ പോറാവും, കുറെ ആൾക്കാർ റിച്ച് ആവും. അത് ഏത് റെവല്യൂഷനിലും അങ്ങനെയാണല്ലോ. നമ്മള് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കണം എന്തായാലും. അതിന്റെ ഇതുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ ഈ ഗ്രൂപ്പ് ഈ 70 പ്രസന്റേഷൻ പിടിച്ചു കഴിഞ്ഞപ്പോ അത് തന്നെ ഒരു മറ്റേ ഈ ChatGPT എതിരെയുള്ള ഒരു ഉഗ്രൻ യുദ്ധം കൊളാബറേഷൻ കാറ്റഗറിയിൽ വരും. കിട്ടിയ അപ്പൊ പലരും തുറന്നു പറയാൻ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ആൾക്കാരുടെ വിവരക്കേട് എന്നല്ല കേട്ടോ. ആൾക്കാർക്ക് വിവരക്കേട് ഉണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൽ അമാന്തം ഉണ്ടാവും. അപ്പൊ അവിടെ ഡിസിഷൻ മേക്കിങ്ങിൽ എക്സ്പെർട്ട് ടെസ്റ്റിമണി കൊടുക്കുക, മറ്റേ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ലേറ്റർ ഇയേഴ്സിൽ എൻ്റെ കരിയർ ഡ്രൈവ് ചെയ്തത്. അപ്പോ അവർക്ക് എന്നെ ChatGPT വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കാൻ പറ്റുമോ എന്നുള്ളതല്ല ഞാൻ നോക്കേണ്ട കാര്യമുള്ളൂ.
ഏത് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ സോഷ്യൽ ഇമ്പാക്ട് എങ്ങനെ നമ്മൾ അഫക്ട് ചെയ്യുന്നുള്ളത് വേറെ. അപ്പോ സോഷ്യൽ ക്യാമറസ് ഉണ്ടാവാം, മനസ്സിലല്ലേ? അത് ബ്രില്യൻ്റ് ആയിട്ട് ഡോക്യുമെന്റഡ് ആണ്. പക്ഷെ ആ ബുക്ക് അധികം പേര് വായിക്കേണ്ട. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് പവറിൽ 5 വെക്ടേഴ്സിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് രാജീവ് മൽഹോത്ര. അപ്പൊ അവിടെ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അല്ല, ചോദ്യം എന്നല്ല. അപ്പൊ ഇൻഡിവിജ്വൽ ലെവലിൽ അങ്ങനെ അപ്പൊ ആ രീതിയിലോട്ട് ഇപ്പൊ സിംബോളിക് റീസണിങ് കൂട്ടണം. ഓക്കെ, അപ്പോ പ്രൊപ്പോസിഷണൽ ലോജിക്കും പ്രെഡിക്കേറ്റ് ലോജിക്കും പഠിക്കൂ അല്ലേ? പഠിക്കണമല്ലോ, നല്ല കൂട്ടുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഇതിന്റെ ഉള്ളില് പറയുന്ന ഇപ്പൊ അപ്രോക്സിമേറ്റ് റീസൺ, അപ്പൊ ബാക്ക് ഓഫ് ദി എൻവലപ്പ് കാൽക്കുലേഷൻസ് കൂട്ടുക. ഇപ്പൊ കാൽക്കുലേറ്റർ വന്ന ഇപ്പൊ ആൾക്കാർ പറയും കാൽക്കുലേറ്റർ വരുമ്പോ എന്തിനാ ഇത് ചെയ്യേണ്ടതെന്ന്. പക്ഷെ ഈ ഫാസ്റ്റ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്തുകൊണ്ട് ഹ്യൂമൻ ടു ഹ്യൂമൻ ലെവലിൽ ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു ദിവസം നന്ദൻ നിലക്കേനി ഇങ്ങനെ പറയായിരുന്നു, ഇന്ത്യൻ എക്കണോമി ഈസ് ഗ്രോയിങ് അറ്റ് ദ റേറ്റ് ഓഫ് every 3 year 25%. So it will double in 9 years എന്ന് പറഞ്ഞു. അപ്പോ 3 മാസം കൂടുമ്പോ 3 വർഷം കൂടുമ്പോ 25% കൂടുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് 25 72 എന്നുള്ളത്. അങ്ങനെയാണ് ഞാനത് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കി. പിന്നെ തപ്പി കഴിഞ്ഞപ്പോഴാണ് റൂൾ ഓഫ് 72 ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ, നൗ ഐ ക്യാൻ കാൽക്കുലേറ്റ് ഡബിളിങ് ട്രിപ്പിളിങ് വെരി ഫാസ്റ്റ്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ടൈം കിട്ടുകയാണ്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അങ്ങനത്തെ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണത് നല്ലതാണ്. ഞാൻ ഈ ബ്ലിറ്റ്സ് മാത്തമാറ്റിക്സിൽ ഇംപ്ലിമെന്റ് ചെയ്യണ കാര്യമല്ല പറയുന്നത് കേട്ടോ. അതായത് നമ്പർ ഷാർപ്നെസ് ആവശ്യമാണ്. ഇപ്പൊ നമുക്ക് ഒരു ബിൽഡിങ്ങിന്റെ ഒരു സ്ഥലത്തിന്റെ പൊട്ടൻഷ്യൽ അളക്കണം. ഓക്കെ, ഫ്ലോർ ഏരിയ റേഷ്യോ 60%. അപ്പൊ 10 ലക്ഷം രൂപയ്ക്ക് ഒരു സെന്റിന് സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മള് ബിൽഡപ്പ് ഏരിയ 3.5. ഓക്കെ, അപ്പൊ 5 സെന്റാന്ന് വെച്ചോ. 5 സെന്റിന്റെ 60%ലേക്ക് ബിൽഡിംഗ് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയായി. അപ്പൊ അത് എഫക്റ്റീവ്ലി 3 സെന്റായി. അതായത് അപ്പൊ 435 സ്ക്വയർ ഫീറ്റ് ആണ്. ഓക്കെ, അപ്പൊ 1200 × 3 3600 ബിൽഡപ്പ് ഏരിയ ഉണ്ട്. 10 ലക്ഷത്തിനെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ സ്ക്വയർ ഫീറ്റിന് കുറച്ച് പൈസ ആവുന്നുള്ളൂ എന്നുള്ള ആ ടൈപ്പ് കണക്കൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇവിടെ കിട്ടിയ അപ്പൊ അത് ഒരു വഴിയാണ്. പിന്നെ എന്താ പറയാ, അബ്സ്ട്രാക്ഷൻ സിംബോളിക് തോട്ട്. തീർച്ചയായും ഇപ്പൊ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കാര്യം ഇപ്പൊ ആൾജിബ്രായിക് ഡാറ്റ ടൈപ്സ് എങ്ങനെ നമ്മൾ ലേൺ ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ വരുമ്പോ പെർഫോമൻസ് മാത്രമല്ല പല സാധനമുണ്ട്. പക്ഷെ ആ ഒരു രീതിയിലോട്ടൊന്നും ഇത് ചെയ്യുന്നില്ല. അപ്പൊ സോ യു ക്യാൻ ഔട്ട് സ്മാർട്ട് പീപ്പിൾ. അതായത് ഈ ചാറ്റ് ജിപിടി ആൾക്കാരെ നിങ്ങൾക്ക് അതൊക്കെ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഒരു റിയൽ ഇന്റലിജൻസ് ബാറ്റിലിൽ ജയിക്കാൻ പറ്റില്ല ചാറ്റ് ജിപിടി വെച്ചിട്ട്. പക്ഷേ അപ്പാരന്റ്ലി സംബഡി ക്യാൻ പ്രൂവ് ദാറ്റ് ഹി സ്മാർട്ടർ ദാൻ യു, ഓർ അറ്റ്ലീസ്റ്റ് അതൊരു ചലഞ്ചാണോ? അതായത് യാഥാർത്ഥ്യത്തിൽ അയാൾ സ്മാർട്ട് അല്ല, പക്ഷേ പൊതുജനങ്ങളുടെ കണ്ണിലും ഈ ചാറ്റ് ജിപിടി വെച്ചിട്ട് അയാൾ സ്മാർട്ട് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ആ അവസരം കിട്ടിയില്ല, അയാൾക്ക് ചിലപ്പോൾ അത് ക്യാപിറ്റലൈസ് ചെയ്യാനും പറ്റില്ല. ആ പ്രോബ്ലം വന്നൂടെ? വെടിയില്ല. അത് വേറൊരു സംഭവം ചോദിക്കട്ടെ. അതായത് മുമ്പ് പ്രോപ്പറായിട്ട് ഗൂഗിൾ ചെയ്യാൻ അറിയുന്നവന്, അതായത് സെർച്ച് ചെയ്യാൻ അറിയുന്നവന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടോ? അപ്പം ആ സംഭവം ഇനിയിപ്പോൾ ഈ ന്യൂറാലിങ്ക് ഒക്കെ വന്നു കഴിയുമ്പോൾ പ്രോപ്പറായിട്ട് AI ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണവന് അഡ്വാൻറ്റേജ് ഉണ്ടാവൂലേ? പക്ഷെ ഞാൻ ചോദിക്കണ പ്രശ്നമല്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ എംബഡ് ചെയ്തിരിക്കണ ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എങ്ങനെയാണ് ടെക്സ്റ്റൽ ഫോമിൽ നമുക്ക് ഡീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുക? പിടികിട്ടിയ? അപ്പൊ ചില ഓപ്പറേഷൻസിന്റെ ഒക്കെ പുറത്ത്, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ചാറ്റ് ജിപിടി നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ തന്നു, പക്ഷെ ഈ സാധനം നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യണ എങ്ങനെയാ? അതൊരു പ്രോബ്ലം അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായ? ഇപ്പൊ കോപ്പൈലറ്റ് വിൽ ആക്ച്വലി കിൽ പ്രോഗ്രാമേഴ്സ് എന്നുള്ളതിന് എനിക്ക് ഒരു ഡൗട്ടും ഇല്ല.
പിടികിട്ടി? അതായത് അറ്റ്ലീസ്റ്റ് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ലോട്ട് ഓഫ് ന്യൂസൻസസ്, പല പ്രോഗ്രാമേഴ്സിന്റെ പണിയും പോവാം. പക്ഷെ പിൽക്കാലത്ത് ചിലപ്പോ അത് വേറെ രീതിയിലൊക്കെ ഈ എന്താ പറയാ ഓട്ടോമേഷൻ ക്രിയേറ്റഡ് ബൈ ബഗ് അറൈസൺ ഔട്ട് ഓഫ് വൺ ഓട്ടോമേഷൻ കനോട്ട് ബി റെക്ടിഫൈഡ് വിത്ത് അനദർ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അതൊക്കെയാണ് നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ എന്താ പറയാ പ്രോഗ്രാമിങ് കുറച്ചും കൂടി ചലഞ്ചൊക്കെ ആയിട്ട് മാറാം. പക്ഷെ ഞാനിവിടെ ചോദിക്കുന്നത് റിയലി ഹ്യൂമൻ ഇന്റലിജൻസിനെ മറ്റൊരു ഹ്യൂമൻ ഇന്റലിജൻസിനെ AI വെച്ച് ബീറ്റ് ചെയ്യാൻ റിയലി പറ്റൂലെങ്കിലും അപ്പാരന്റ്ലി പറ്റും, അങ്ങനെ തോന്നും. ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ നന്നായി .NET ചെയ്യുന്ന ഒരാള് കുറെ മാർട്ടിൻ ഫോളറിന്റെ ബ്ലോഗ് പോസ്റ്റും ഒക്കെ വായിച്ച് ചെയ്യുമ്പോൾ വേറൊരാൾക്ക് ബെറ്റർ .NET കാരനാന്നുള്ളത് പ്രസന്റ് ചെയ്യാൻ പറ്റില്ലേ? അല്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് വിശ്വസിക്കുന്ന കുറെ .NET ഡെവലപ്പേഴ്സ് ഉണ്ടെന്ന് അറിയാമല്ലോ അല്ല? അത് അവരുടെ അവധാരണയാണ്, അതിന്റെ പേരിൽ. പക്ഷെ അപ്പൊ അങ്ങനത്തെ പെർസെപ്ഷൻ വന്ന് ആ ഓപ്പർച്യൂണിറ്റി പോവില്ലേ? അതൊക്കെയാണ് നമ്മളെ അഫക്ട് ചെയ്യാൻ പോണ അറ്റ് ഇൻഡിവിജ്വൽ ലെവൽ. മനസ്സിലായല്ലേ? എന്തായാലും ഓട്ടോമേഷൻ ഇസ് ഹിയർ ടു സ്റ്റേ, സിസ്റ്റംസ് ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. അപ്പോൾ ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് മസ്റ്റ് ആണ്. ഓക്കെ, അതായത് പൊളിറ്റിക്കൽ റീസൺസും മറ്റേ ഗവേണൻസ് അതിൻ്റെയൊക്കെ റീസൺസ് കാരണം. അപ്പോ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ഈ പറയുന്ന മാസ് ഇതാവോ? അപ്പോൾ ഇപ്പൊ ശരത്ത് പറഞ്ഞ പോയിന്റ് അവിടെയാ വരുന്നത്. അതായത് ഇത്രയും കാലം സോഫ്റ്റ്വെയർ എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഓർഗനൈസേഷൻ ഇതിലാണ് പലരും ജീവിച്ചു പോയത്. അതായത് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ABCD അറിയാത്തവർ സോഫ്റ്റ്വെയറിൽ മറ്റേ ഭയങ്കര ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ടില്ല. അവര് സപ്പോർട്ട് ഫങ്ഷൻസ് ചെയ്തിട്ടും ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിന്നിരുന്നു. പിടികിട്ടിയ? അപ്പൊ ആ ഒരു എലോങ്ങേറ്റഡ് ഹയറാർക്കി അവിടെ ഉണ്ടായതുകൊണ്ട് പലർക്കും അവസരം കിട്ടി. പ്രോഗ്രാമിംഗ് നന്നായിട്ട് ചെയ്യാൻ അറിയാത്തവന് പ്രോഗ്രാം മാനേജർ ആവാം, പ്രോഗ്രാം മാനേജ് മറ്റേ ചെയ്യാൻ അറിയാത്തവന് അക്കൗണ്ട് മാനേജർ ആവാം, അക്കൗണ്ട് മാനേജർ അറിയാത്തവന് ഡയറക്ടർ ആവാം, ഡയറക്ടർ അറിയാത്തവന് VP. അതായത് എവരി റൈസസ് ടു ലെവൽ ഓഫ് ഇൻകോമ്പറ്റൻസ് ഒക്കെ സാധൂകരിക്കും വിധം കാര്യങ്ങൾ ഓടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ചില കാര്യങ്ങൾ ഇങ്ങനെ നടക്കുള്ളൂ എന്നുള്ള ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഫൈനലി ഇപ്പൊ ഷോർട്ട് റണ്ണില് ഇപ്പോ നമുക്ക് ഈ മെയിൻ പ്രശ്നമുണ്ട്. ഈ നമ്മൾ പരീക്ഷ എഴുതാൻ പോയി, ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമാണെങ്കിൽ എനിക്ക് ഒരു സന്തോഷമില്ല. എന്താ കുഴപ്പം? അത് മറ്റുള്ളവർക്കും എളുപ്പമാവില്ലേ? അപ്പൊ റാങ്ക് കിട്ടുമോ? ആ പ്രോബ്ലം വരില്ലേ? അപ്പൊ അത് വരും. എല്ലാരും അല്ല, എല്ലാരും പാസ്സാവുന്നതിനെക്കാട്ടും പ്രശ്നം അവിടെ അതാണ്, റാങ്കിന് വേണ്ടി പോരാടും. ഇതിപ്പോ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അത്യാവശ്യം ചില കാര്യങ്ങൾ അപ്പൊ ഇതിപ്പോ ഞാനിപ്പോ ഉറപ്പിച്ചപ്പോ AI ഇങ്ങനെ ഒരു മോഡൽ ഇല്ലാന്ന് ഞാൻ പറയുന്ന വെച്ചാൽ അല്ലാണ്ടായിട്ട് തന്നെ പറയണേ. ഇനിയിപ്പോ ഉണ്ടാവാട്ടോ. ഇനിയിപ്പോ അങ്ങനെ ഏതാണ് ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഇസ് നോട്ട് എവിഡൻസ് ഓഫ് ആബ്സെൻസ്. അല്ല, അതിന് തിരിച്ചാണ്. മനസ്സിലായില്ലേ? എങ്ങനെ? അതായത് പക്ഷെ ഞാൻ പറഞ്ഞ വെച്ച് കഴിഞ്ഞാല് ഈ നമുക്ക് എന്റെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇന്റലിജൻസ് ആസ് ഐ ഏജ്ഡ് ഓർ ഒരു 7-8 കൊല്ലം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, ഈ ബുദ്ധി എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അറ്റം വരെ തുലാന്ന്. പിടികിട്ടിയ? പക്ഷേ ആൾക്കാർക്ക് ബുദ്ധി എന്നുള്ളൊരു സാധനമുണ്ട്. ഈ ബുദ്ധിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് സൈക്കോളജി, കോമ്പറ്റീറ്റീവ് അനാലിസിസ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമാന്മാരെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനും ഓവർ റൈഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. ആൾറെഡി ഇപ്പൊ നമ്മളെ ബുദ്ധിമാനാണെന്ന് തോന്നുന്നവരെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പല നമ്മൾക്ക് കാണുമ്പോൾ വിഡ്ഢികളാണെന്ന് തോന്നുന്നവർ നമ്മുടെ മാനേജറായിട്ടിരിക്കണേ. ചെയ്തേ അവര് കോണ്ടെക്സ്റ്റ് വെച്ചു. അപ്പൊ ശരത്തപ്പ നേരത്തെ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്. അതായത് ഈ ഇന്റലിജൻസ് എന്നുള്ള സാധനം ഇൻസ്റ്റൻസിൻ്റെതാണെന്ന്. അല്ലേ? അപ്പൊ ChatGPT
ഓപ്പൺ എ ഐ ഒക്കെ ഇപ്പൊ ക്യാപ്ചർ ചെയ്യുന്നത് ലാംഗ്വേജിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നാണ്, വേർഡ്സിന്റെ. ഇവിടെ കിട്ടിയ ഉം. അപ്പൊ ഡീപ്പ് ഇന്റലിജൻസ് അതിൻ്റെ ഉള്ള ഉണ്ടോ? ഇതിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ബിഫോർ 2017 CNN-ഉം ഈ ഓഡിയോവും വീഡിയോവും നല്ല പെർഫോമൻസ് വരുമായിരുന്നു. നിങ്ങൾ ടെക്സ്റ്റ് തരില്ലായിരുന്നു. കാരണം ടെക്സ്റ്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ് ഒക്കെ ഈ ഡീപ്പ് സെമാൻറ്റിക്സ് ക്യാപ്ചർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴാണ് ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് കണ്ടുപിടിക്കുകയും അതിന്റെ ഡെപ്ത് കൂട്ടി എന്താ പറയാ, അറ്റൻഷന്റെ എന്താ പറയാ, ആ ഡെപ്ത് കൂട്ടിയിട്ട് നിങ്ങൾക്ക് സ്ട്രക്ചറൽ റീസണിങ് ചെയ്യാന്ന് കണ്ടുപിടിച്ച പശ്ചാത്തലത്തിലാണ് ഈ ChatGPT ഒക്കെ വരുന്നത്. അപ്പൊ എന്ന് വെച്ചാല് മീനിങ് ഓഫ് എ വേർഡ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദ മീനിങ് ഓഫ് ദി വേർഡ്സ് അറൌണ്ട് ഇറ്റ്. ആസ് മച്ച് ആസ് one's intelligence will be can be easily gauged by the people around him എന്ന് പറഞ്ഞ മാതിരി വേർഡിന്റെ ആ മറ്റേ വേർഡിന് മീനിങ് ഉള്ളതിന് പകരം ചുറ്റുപാടുള്ള വേർഡിന്റെ മീനിങ് ഇതെടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് നമുക്ക് ഇന്റലിജന്റ് ആണെന്ന് തോന്നുന്നത്. പക്ഷെ ആ ഇന്റലിജൻസ് ഇപ്പോ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലെ ഒരു അൽഗോരിതം ക്വാട്ടർനിയോൺ എന്തിനു ഉപയോഗിക്കുന്നു? ഓക്കെ, അപ്പോ അത് വേണമെങ്കിൽ ChatGPT എക്സ്പ്ലനേഷൻ തരും, തരും. പക്ഷെ അത് ഇന്റർപ്രറ്റ് ചെയ്യാനും ഒന്നും അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള പ്രോബ്ലം അവിടെ കിടപ്പുണ്ട്. അതായത് എല്ലാത്ത കേസിലാണെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന നിലയിൽ ഇത് ചലഞ്ചായിട്ട് വരുന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് ചെയ്യാൻ പറ്റുന്നതും, പക്ഷേ ഇതെല്ലാവർക്കും ചെയ്യാൻ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡെവോപ്സ്, ഈ ഡെവോപ്സ് എന്നുള്ളൊരു പ്രൊഫഷൻ ഹൂ ലൈക്ക് ടു ഡു ഇറ്റ്, ഒരു അറുബോറൻ മനുഷ്യനെ പറ്റുള്ളൂ. അതൊരു തൊഴിൽ എന്നുള്ള നിലയിൽ നല്ലൊരു തൊഴിലായിരിക്കാം. മനസ്സിലായില്ലേ? അതിൽ എന്താണ് ഇന്റലക്ച്വൽ ആയിട്ടുള്ളത്? ശ്രീധർ എവിടെ കിട്ടിയ? അപ്പൊ ഇന്റലക്ച്വൽ ചിലപ്പോ അവര് ഫുൾ ഇന്റലക്ച്വൽ ആവില്ല. പിന്നെ ആൾക്കാർക്ക് അതിൽ നിന്ന് പോവാല്ലോ പ്രസിദ്ധി. അങ്ങനെയല്ല, നെറ്റ്വർക്ക് അല്ല, നിങ്ങൾക്ക് ഒരു ചോയ്സ് കിട്ടി. നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് പഠിക്കോ അതേ ഡെവോപ്സ് പഠിക്കോ? കോണ്ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അല്ല, അത് നിങ്ങളുടെ എത്തിക്സ്. ഞാൻ മറ്റേ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ്, കാരണം എന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് അവൻ കോൺഫിഗർ ചെയ്യണേ. ആ ഒരു രീതിയിലാണ്. ഇത് ചോദിക്കട്ടെ, ഞാൻ ഇത് റെക്കോർഡിങ് എഡിറ്റ് ചെയ്ത് ഇട്ടാ മതിയോ? കണ്ടിന്യൂ ഇട്ടിട്ട് അല്ല, അപ്പൊ അത് നിങ്ങള് മെഷീൻ ഞാൻ ഇങ്ങനെ ഇട്ടും പോവാന്ന് വിചാരിക്കണം. എഡിറ്റ് ചെയ്യാൻ ഞാൻ ചെയ്യാറില്ല. അല്ല, നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം അടുത്ത 5 മിനിറ്റിലൊക്കെ. ഞാനിപ്പോ 2 മണിക്ക് ഇറങ്ങണം. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ 3 മിനിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ ചർച്ച അത്ര എന്താ പറയാ, ഒരു ആർഗ്യുമെന്റ് ഒന്നും ഉണ്ടായില്ല. വി ഡിസ്കസ്ഡ് അബൌട്ട് എന്താ പറയാ, മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്, എസ്റ്റിമേഷൻ, റെപ്രസെന്റേഷൻ, റീസണിങ്, ഇമാജിനേഷൻ, ക്വസ്റ്റനിങ്, ടെമ്പർമെന്റ് ആൻഡ് കൊളാബറേഷൻ ആണ് ആ ബുക്കിൽ വരുന്നത്. ലാസ്റ്റ് 2 ആക്ഷൻ വർക്കായിട്ട് ബന്ധപ്പെട്ടാണ്. മറ്റേ ആദ്യത്തെ 5 തോട്ടായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ തോട്ടും ആക്ഷനും സമീകരിച്ച് എഴുതിയേക്കുന്ന ഒരു പുസ്തകമാണ്. വരും ദിവസങ്ങളിൽ ഈ പുസ്തകം വായിക്കാനുള്ള എന്തെങ്കിലും ഐഡിയ കിട്ടാനാണ് ഈ ഒരു ചർച്ച വെച്ചത്. ഇപ്പോൾ ശ്രീത്ത് ആൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്, ആർക്കും വാങ്ങിക്കാവുന്ന ബുക്കാണ്. ഇന്ത്യൻ എഡിഷൻ അവൈലബിളാ. ഓക്കെ, അപ്പോൾ അതിന് ആ ബുക്ക് പ്രകാരം പിന്നെ എന്താ പറയാ, ChatGPT അല്ലെങ്കിൽ കോപ്പൈലറ്റ് ഉപയോഗിച്ച് കുറച്ച് ആ ബുക്കിലെ 8-7 വെക്ടേഴ്സ് ഏതാണ്, അത് എങ്ങനെയാണ് ഹ്യൂമൻ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് മെഷീൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് സൈഡ് ബൈ സൈഡ് കമ്പാരിസണിന്റെയാണ് തുടങ്ങിയത്. അപ്രോക്സിമേറ്റ് റീസണിങ് ഒരു കാര്യം, അതായത് ബാക്ക് ഓഫ് ദി എൻവലപ്പ്, പിന്നെ എന്താ പറയുക, ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അബ്സ്ട്രാക്ഷൻ ആൻഡ് സിംബോളിക് തോട്ട്, അതായത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രൊപ്പോസിഷണൽ കാൽക്കുലസ്, പ്രെഡിക്കേറ്റ് കാൽക്കുലസ്, ലാംഡ കാൽക്കുലസ്, പിന്നെ മറ്റേ യൂണിഫിക്കേഷൻ, അങ്ങനത്തെയുള്ള
എന്താ പറയുക, സിംബോളിക് ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യാൻ പറ്റിയ അബ്സ്ട്രാക്ഷൻസും മോഡൽസും ഉണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള പഠിത്തം വിൽ ഹെൽപ്പ് വൺ ടു ഡിസൈഫർ വാട്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് LLM മോഡൽസ് തരികയാണെങ്കിൽ അത് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ലോജിക്കൽ ഫ്രെയിംവർക്സ് മനുഷ്യന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആക്സിയംസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇപ്പോൾ യൂക്ലിഡിയൻ ജോമെട്രി, മറ്റേ സ്പെറിക്കൽ ജോമെട്രി ആൻഡ് മറ്റേ ഹൈപ്പർബോളിക് ജോമെട്രിയുടെ ആ എവല്യൂഷൻ്റെ ഹിസ്റ്ററി വർക്ക് ചെയ്താൽ ഈ ആർഗ്യുമെന്റ് ഈ ഓതർ ഒരു വീഡിയോയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ ക്രിയേറ്റീവ് ഫ്ലെക്സിബിലിറ്റി, അപ്പോൾ ഇതെങ്ങനെ ഇത് ചെയ്യാന്നുള്ളത്, എങ്ങനെ അപ്ലൈ ചെയ്യാം മനുഷ്യന് ആ ഒരു ലെവലിൽ ഒരു ഇതുണ്ട്. പിന്നെ ഈ ക്വസ്റ്റ്യനിങ്, അതായത് ഇപ്പോൾ എന്താ പറയുക, സോക്രറ്റിക് മെത്തേഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡയലക്റ്റിക്സ് വെച്ചിട്ട് ഹ്യൂമൻസ് ക്യാൻ ആക്ച്വലി പ്രൊഡ്യൂസ് ബെറ്റർ റിസൾട്ട്. ചിലപ്പോൾ ഇതൊരു ഒരു ബേസ് ഡിസ്കഷൻ കോണ്ടെക്സ്റ്റിന് AI ഉപയോഗിക്കാം. പിന്നെ മറ്റേ ഡയലക്റ്റിക്സ് വെച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതായിരിക്കും വരും കാലങ്ങളിൽ ഇത് ചെയ്യുക. പിന്നെ നമുക്ക് എങ്ങനെ ഇത് ഇന്റർപ്രറ്റ് ചെയ്യണം, ഇതാണ്. പിന്നെ അഡാപ്റ്റ് ചെയ്യുക, അതായത് മനുഷ്യർക്ക് അഡാപ്റ്റിവിറ്റി ഉണ്ട്. അപ്പോൾ ബേസിക്കലി എന്താ പറയുക, there are methods by which you can outsmart AI in your own realm. പിന്നെ ഹ്യൂമൻ ഇൻ്റലിജൻസിന് always there is scope because humans take decisions. ഇനി if somebody is able to beat you with എന്താ പറയുക with support of AI, okay, in the long run there is some problem in the way you have actually learned things yourself. അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സ് ഓഫ് പ്രോബ്ലം തെറ്റിപ്പോയി എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈ അണ്ടർസ്റ്റാൻഡിങ് AI, its limits and how humans work, so studying philosophy, both western and eastern, will help you to definitely beat AI. But ഇതൊന്നും സോഷ്യൽ കോൺസിക്വൻസ് ഓഫ് AI വരവ് സോഷ്യൽ ഡിസ്റപ്ഷൻ ഉണ്ടാക്കും. അതിനൊരു ഇൻഷുറൻസ് ആണോ എന്നുള്ളത്, എങ്ങനെ AI മറ്റേ സൊസൈറ്റിയിലോട്ട് ഡിഫ്യൂസ് ചെയ്യിപ്പിക്കണം എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ കാര്യം കൂടിയാണ്. ഇതൊക്കെ എങ്ങനെ പോകുന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ഡെഫിനറ്റ്ലി ദർ ഇസ് സ്റ്റിൽ ഹോപ്പ് ഫോർ ഹ്യൂമൻസ് എന്നാണ് ഈ ചർച്ചയുടെ കൺക്ലൂഷൻ. നന്ദി, നമസ്കാരം.